കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിച്ച് ഈ യാത്രയയപ്പ് ശുശ്രൂഷയുടെ ആരംഭം കുറിക്കാം. ഞങ്ങളുടെ സ്വർഗസ്ഥനായ കർത്താവേ, ഈ ദിവസത്തിൻ്റെ ഈ മധ്യാഹ്നം അടുത്ത സമയത്തിനായിട്ട് നന്ദിയോട് സ്തോത്രം. കർത്താവെ, ഈ നിലയിൽ ഞങ്ങൾ ഒരുമിച്ച് അവിടുത്തെ സന്നിധിയിൽ അടുത്ത് വന്നിരിക്കുകയാണ്. ഞങ്ങളുടെയൊക്കെ ഹൃദയത്തിൽ വേദനയും ദുഃഖവും ഒക്കെ അലയടിക്കുന്നുണ്ടെങ്കിലും അതിൻ്റെയൊക്കെ മധ്യത്തിൽ ഞങ്ങളുടെ കർത്താവിൻ്റെ കൃപ ഞങ്ങളോട് കൂടെ ഉള്ളതുകൊണ്ട് നന്ദിയോട് സ്തോത്രം. വേദനിക്കുമ്പോഴും നെടുവീർപ്പിടുമ്പോഴും സങ്കടപ്പെടുമ്പോഴും ഞങ്ങളുടെ ഹൃദയത്തിന് ആശ്വാസവും സമാധാനവും തന്ന് ഞങ്ങളെ ശക്തിപ്പെടുത്തുന്ന ബലപ്പെടുത്തുന്ന ഞങ്ങളുടെ കർത്താവിനായിട്ട് നന്ദിയോട് സ്തോത്രം. കരയുന്നവരോടുകൂടെ കരയുകയും സന്തോഷിക്കുന്നവരോടുകൂടെ സന്തോഷിക്കുകയും ചെയ്യുന്ന ഞങ്ങളുടെ നല്ല കർത്താവിനായിട്ട് നന്ദിയോട് സ്തോത്രം. കർത്താവെ, പ്രത്യേകിച്ച് വേദനയുടെ താഴ്വരയിലൂടെ കടക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട കുടുംബത്തെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കൂരിരുൾ താഴ്വരയിൽ കൂടെ നടന്നാലും ഞാനൊരു അനർത്ഥവും ഭയപ്പെടുകയില്ല എന്ന് സങ്കീർത്തനക്കാരനോട് ചേർന്ന് അവിടുന്ന് ഞങ്ങളുടെ നല്ല ഇടയനായിട്ട് ഞങ്ങളോട് കൂടെ ഉള്ളതുകൊണ്ട് സ്തോത്രം. കഴിഞ്ഞ നാളുകളിൽ ഭാരങ്ങളുടെയും പ്രയാസങ്ങളുടെയും വേദനകളുടെയും ഒക്കെ മധ്യത്തിൽ ഈ പ്രിയപ്പെട്ട കുടുംബത്തോടു കൂടെ അവരുടെ ജീവിതത്തിൻ്റെ പടകിൽ എൻ്റെ കർത്താവ് അവർക്ക് ആശ്വാസമായിട്ട്, കർത്താവെ അവർക്ക് സമാധാനമായിട്ട് അവിടുന്ന് അവരോട് കൂടെ ഇരുന്നത് കൊണ്ട് നന്ദിയോട് സ്തോത്രം. കർത്താവെ, പ്രിയപ്പെട്ട അവരുടെ പ്രിയ പിതാവ്, കർത്താവെ അവരുടെ പ്രിയ ഭർത്താവ് ഇന്ന് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ട് കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കുന്നത് കൊണ്ട് സ്തോത്രം. ഞാൻ നല്ല പോരാട്ടം പോരാടി കർത്താവെ തൻ്റെ ജീവിതയാത്രയുടെ ഓട്ടം തികച്ച് ആ അക്കരെ തുറമുഖത്തെത്തുവാൻ തക്കവണ്ണം നിന്റെ ദാസനെ അവിടുന്ന് ഉപയോഗിച്ചതിനായിട്ട് സ്തോത്രം. വേദനയുടെയും പ്രയാസത്തിൻ്റെയും ഒക്കെ മധ്യത്തിൽ കർത്താവിൽ ബലപ്പെട്ട് ഇത്രത്തോളം മുന്നോട്ട് പോകുവാൻ തക്കവണ്ണം സഹായിച്ചതുകൊണ്ട് സ്തോത്രം. കർത്താവെ, കുടുംബത്തിലെ എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, പ്രിയ സഹോദരിയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, കുഞ്ഞുങ്ങളെയും കൊച്ചുമക്കളെയും എല്ലാം മരുമക്കളെ എല്ലാം ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. എൻ്റെ സമാധാനം ഞാൻ ലോകം തരുന്നത് പോലെയല്ല. എന്നേക്ക് നിലനിൽക്കുന്ന ദൈവീക സമാധാനത്താൽ ആ കുടുംബത്തെ അവിടുന്ന് ശക്തിപ്പെടുത്തി ബലപ്പെടുത്തി വരും ദിവസങ്ങളിൽ കർത്താവെ കാത്തു പരിപാലിക്കണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. മാനുഷികമായ വാക്കുകളും സമാധാനങ്ങളൊക്കെ കർത്താവെ പരിമിതിയുള്ളപ്പോൾ എൻ്റെ കർത്താവിൻ്റെ സമാധാനത്തിന് പരിമിതിയില്ല. നിത്യസമാധാനം നൽകി നിന്റെ കുഞ്ഞുങ്ങളെ അവിടുന്ന് ശക്തിപ്പെടുത്തുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യണം. പ്രിയപ്പെട്ടവന് അനുഗ്രഹിക്കപ്പെട്ട ഒരു യാത്രയയപ്പ് കർത്താവെ കൊടുക്കുവാൻ തക്കവണ്ണം എല്ലാവരെയും അവിടുന്ന് സഹായിക്കണം. ഈ ശുശ്രൂഷയെ അവിടുന്ന് സഹായിക്കണം, അനുഗ്രഹിക്കണം. അവിടുത്തെ സാന്നിധ്യം ഇവിടെ ഉള്ളതുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്തിന് മറവിൽ കടന്നു വരുന്നവരും ദുഃഖത്തിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുമായിരിക്കാൻ അവിടുന്ന് ഇടയാക്കണം. കർത്താവെ, ഇന്നത്തെ ശുശ്രൂഷകൾ ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ലീഡ് ചെയ്യുവാൻ എളിയവനെയും അവിടുന്ന് സഹായിക്കണം. കർത്താവെ, അവിടുത്തെ നാമം മഹത്വപ്പെടണം. സകല മാനവും മഹത്വവും സ്തുതിയും സ്തോത്രവും എല്ലാം അങ്ങയ്ക്ക് യേശുക്രിസ്തുവിന്റെ പൊന്നുനാമത്തിൽ അപേക്ഷിക്കുന്ന പ്രിയ പിതാവേ, അവിടുന്ന് കേൾക്കണമേ. ആമേൻ. സ്തോത്രം. നാം ഈ ശുശ്രൂഷയിലേക്ക് കടക്കുവാൻ പോവുകയാണ്. കർത്താവിൻ്റെ കൃപ നമ്മളോട് കൂടെ ഉള്ളത് കൊണ്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. ഇപ്പോൾ ഒരു പാട്ട് പാടുന്നതായിരിക്കും. അതിനുശേഷം സങ്കീർത്തനം വായനയ്ക്കായിട്ട് കർത്താവിൻ്റെ ദാസൻ ജോൺസൺ എബ്രഹാമിനെ ക്ഷണിക്കുകയും ചെയ്യും. ഇപ്പോൾ ഒരു പാട്ട് പാടി നാം കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ പോവുകയാണ്. സ്തോത്രം. ആശ്വാസമേ എനിക്കേറെ തിങ്ങിടുന്നു, വിശ്വാസ കണ്ണാൽ ഞാൻ നോക്കിയിടുമ്പോൾ സ്നേഹമേറിയിടുവൻ രക്ഷകൻ സന്നിധം ആനന്ദ കൂട്ടരെ കാണുന്നല്ലോ. സ്നേഹമേറി
സന്നിധൗ ആനന്ദ കൂട്ടരെ കാണുന്നല്ലോ. ആമോദത്താൽ തിങ്ങിയ ആശ്ചര്യമോടവർ ചുറ്റും നിന്നോ സ്തുതി ചെയ്തിടുന്നു. തങ്കത്തിരുമുഖം കാൺമാൻ കൊതിച്ചവർ ഉല്ലാസമോടിത നോക്കിയിടുന്നു. തന്മക്കളിൻ കണ്ണുനീരെല്ലാം താതൻ താൻ എന്നേക്കുമായി തുടച്ചിടുന്നു. പൊൻവീണകൾ ധരിച്ചാമോദപൂർണ്ണരായി കർത്താവിനെ സ്തുതി ചെയ്യുന്നവർ. പൊൻവീണകൾ ധരിച്ചാമോദപൂർണ്ണരായി കർത്താവിനെ സ്തുതി ചെയ്യുന്നവർ. കുഞ്ഞാട്ടിന്റെ രക്തം തന്നിൽ തങ്ങൾ അങ്കി നന്നായി വേളോപ്പിച്ച കൂട്ടരിവർ. പൂർണ്ണ വിശുദ്ധരായി തീർന്നവരേശുവിൻ തങ്കരുധിരത്തിൻ ശക്തിയാലേ. പൂർണ്ണ വിശുദ്ധരായി തീർന്നവരേശുവിൻ തങ്കരുധിരത്തിൻ ശക്തിയാലേ. തങ്കക്കിരീടങ്ങൾ തങ്ങൾ ശിരസിന്മേൽ വെണ്ണിലയങ്കി ധരിച്ചോരിവർ. കയ്യിൽ കുരുത്തോലയേന്തിട്ടവർ സ്തുതി പാടിട്ടാരം നമ്മോടാത്തിടുന്നു. കയ്യിൽ കുരുത്തോലയേന്തിട്ടവർ സ്തുതി പാടിട്ടാരം നമ്മോടാത്തിടുന്നു. ചേർന്നിടുമേ വേഗം ഞാനും കൂട്ടത്തിൽ ശുദ്ധരോടും നിച്ചങ്ങാനം നിപ്പാൻ. ലോകം വേണ്ട എനിക്കൊന്നും വേണ്ട, എന്റെ താതന്റെ സന്നിധൗ ചേർന്നാൽ മതി. ലോകം വേണ്ട എനിക്കൊന്നും വേണ്ട, എന്റെ നാഥന്റെ സന്നിധൗ ചേർന്നാൽ മതി. കർത്താവേ വിശ്വാസ പോരിൽ തോൽക്കാതെന്നെ അവസാനത്തോളം നീ നിർത്തേണമേ. ആകാശമേഘത്തിൻ കാഹളനാദത്തിൽ അടിയാനും നിൻ മുൻപിൽ കാണേണമേ. ആകാശമേഘത്തിൻ കാഹളനാദത്തിൽ അടിയാനും നിൻ മുൻപിൽ കാണേണമേ. ആശ്വാസമേ എനിക്കേറെ തിങ്ങിടുന്നു, വിശ്വാസ കണ്ണാൽ നോക്കിയിടുമ്പോൾ. സ്നേഹമേറിടുമെൻ രക്ഷകൻ സന്നിധം
വിശ്വാസ കണ്ണാൽ ഞാൻ നോക്കിയിടുന്നു. ആശ്വാസമേ എനിക്കേറെ തിങ്ങിടുന്നു. വിശ്വാസ കണ്ണാൽ ഞാൻ നോക്കിയിടുന്നു. ആ പാട്ടിൻ്റെ ഒരു ചാൻസ് വളരെ സന്തോഷം പകരുന്ന ഒരു ചാൻസയാണ്. തന്മക്കളിൻ കണ്ണുനീരെല്ലാം താതൻ താൻ എന്നേക്കുമായി തുടച്ചതല്ലോ. പൊൻവീണകൾ ധരിച്ച ആമോദപൂർണരായി കർത്താവിനെ സ്തുതി ചെയ്യുന്നവർ. ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ പ്രയാസത്തിൻ്റെയും വേദനയുടെയും വേർപാടിൻ്റെയും മധ്യത്തിലൂടെ കടക്കുമ്പോൾ നമ്മുടെ കണ്ണുനീർ തുടയ്ക്കുവാൻ, നമുക്ക് ആശ്വാസം പകരുവാൻ തക്കവണ്ണം, നമുക്ക് ശക്തി പകരുവാൻ തക്കവണ്ണം, ബലം നൽകുവാൻ തക്കവണ്ണം നമ്മുടെ കർത്താവിൻ്റെ സാന്നിധ്യം മാത്രമാണ് നമുക്കുള്ളത് എന്ന് നമുക്ക് ഓർക്കുവാൻ കഴിയുന്ന വസ്തുതയാണ്. ആ ഓർമ്മയോടുകൂടെ ഇന്ന് ഈ ഉച്ച കഴിഞ്ഞ സമയം, കഴിഞ്ഞ നാളുകളിൽ ഈ ലോകത്തിൽ വിശ്വസ്തയോടുകൂടെ കർത്താവിന് വേണ്ടി ജനിച്ച്, കർത്താവിന് വേണ്ടി ജീവിച്ച്, മരിച്ച് ഇന്ന് നിത്യതയിലായി തീർന്നിരിക്കുകയാണ്. ഈ ഭൗതികമായ ശരീരത്തിന് ഒരു യാത്രയയപ്പ് കൊടുക്കുവാൻ തക്കവണ്ണമാണ് പ്രിയപ്പെട്ടവരായ നമുക്കേയും ഇന്ന് ഇവിടെ കൂടി വന്നിരിക്കുന്നത്. അത് മുഖാന്തരം ആ ഭവനത്തിലുള്ള പ്രിയപ്പെട്ട സഹോദരിക്കും കുഞ്ഞുങ്ങൾക്കും കൊച്ചുമക്കൾക്കും വേണ്ടപ്പെട്ട എല്ലാവർക്കും അതൊരനുഗ്രഹമായി തീരുവാൻ, ആശ്വാസമായി തീരുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്കെല്ലാവർക്കും ഇടയാക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കാം. ഇപ്പോൾ യോങ്കേഴ്സിൽ IPC ബദേൽ ചർച്ചിൻ്റെ ശുശ്രൂഷകനായിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ജോൺസൺ എബ്രഹാം മുന്നോട്ട് കടന്നു വന്ന് സങ്കീർത്തനം വായിക്കുന്നതായിരിക്കും. സ്തോത്രം. Praise the Lord. Let us read Psalms 90. If you have a Bible app or you have Bibles with you, please open up and read along with me. It's Psalms 90. It's a prayer of Moses, the man of God. Lord, you have been our dwelling place in all generations. Before the mountains were brought forth, or ever you had formed the earth and the world, even from the everlasting to everlasting, you are God. You turn man to destruction and say, return, O children of men, for 1,000 years in your sight are like yesterday when it is past, and like a watch in the night. You carry them away like a flood. They are like asleep. In the morning, they are like grass which grows up. In the morning it flourishes and grows up. In the evening it is cut down and withers. For we have been consumed by your anger, and by your wrath we are terrified. You have set our iniquities before you, our secret sins in the light of your countenance. For all our days have passed away in your wrath. We finish our years like a sigh. The days of our lives are 70 years, and if by reason of strength they are of 80 years. Yet their boast is only the labor and sorrow, for it is soon cut off, and we fly away. Who knows the power of your anger? For as the fear of you, so your wrath. So teach us to number our days, that we may gain a heart of understanding or wisdom. Return, O Lord, how long? And have compassion on your servants. O satisfy us early with your mercy, that we may rejoice and be glad all our days. Make us glad according to the days in which you have afflicted us, the years in which we have seen evil. Let your work appear to your servants, and your glory to their children. And let the beauty of the Lord, our God, be upon us, and establish the work of our hands for us. Yes, establish the work of our hands. Praise be to God. First of all, let me convey my deepest condolences on behalf of Bethel Worship Center, as well as grandson. I thank God for the life that God has given the servant of God, and I sincerely pray for the family, and I pray that the peace of God, which passes all understanding, will guard your heart
will give you peace. Just to mention a few scriptures from this psalm. One verse, it says, verse 10, the days of our lives are 70 years, and if by reason of strength, Bible is talking about three things throughout this psalm: life, death, and eternity. Number one, life. Bible says that all man, everyone will die. There is no exception to the rule. You can be 10 years, 20 years, 30 years, whatever life God gives us, we all have to die. Americans sometimes say there are two things you always have to do. Number one is pay taxes. You cannot avoid that. Number two is death. When God calls us, each and every one will have to go. Bible says that it is appointed for all man to die, and then we stand in the judgment seat of Christ. The Bible also says that for me, Apostle Paul says, for me to live is Christ, but to die is gain. In other words, death can be a blessed experience. A child of God never dies. A child of God never dies. That's why Apostle Paul says that when you're absent from the body, is to be present with the Lord. We are sitting in front of the physical remains of our uncle. But let me tell you, the uncle is not dead. Uncle has gone to a better place. A place where there is no sorrow. There is no sickness. There is no pain anymore. That is, as soon as we close our eyes on the face of the earth, we open our eyes in heaven. We take one step from here, take the next step into the heavenly shores which God has prepared for us. That's why Jesus said, I prepared many mansions for you. All of us, God is preparing mansions for us. When our time comes, we will be reaching as well. A great joy and celebration is waiting for us. Our citizenship is not here. Maybe we're American citizens, or maybe we are Indian citizens, but Bible makes it clear that our citizenship is in heaven. When you have a passport, when you have a citizenship, you always go home. Well, that's what separation or death is. We go home. We go to a home that God has prepared for us. Apostle Paul in Philippians chapter 3 verse 20 says, our citizenship is in heaven. We are total strangers and foreigners in this land. This land does not belong to us. This land is full of pain and agony and sorrows. That is why Bible makes it clear that this place we are strangers in this land. Hallelujah. Psalms 39 verse 4, it says, Lord, make me to know my end, and what is the measure of my days, that I may know how frail I am. David, the greatest king, is saying, even though I'm the greatest king, our life is such a frail. Human beings take in 200,000 breaths a day. 200,000 breaths a day. But if you cannot breathe for 60 or 100 breath out of that is the end of our life. We go home just after that. Hallelujah. Number 2 is death. Like I mentioned, death is a separation, a temporary separation from our loved ones. We have sorrows. We want to see our dear loved ones. My father passed away about a year ago. There is not a day that I don't think about my father. But I know, even my granddaughter, who's a 6-year-old, last night we were coming, from a place. She was telling me, Dad, I miss Papa. We miss our loved ones, but know that we will get to see our loved ones again. It's a temporary separation, but one day we will all gather together. There will be a glorious celebration in heaven. All of us will be singing and having a joyful time at the Lord. But I want to encourage you with this thought also, to make sure that we set our priorities straight. Where is your priority? Do you think that this life is frail? This life is momentary. This life is temporary. Many of us sometimes live as if we're going to live for thousands and thousands of years. That's not the case. I read a story like this once. A rich man, he had unbelievable amount of rich, and he was about to die. He wanted to negotiate with God. He negotiated with God and said, this man said, I want to take 2 suitcases to heaven. God said, no, you cannot bring anything to heaven. He said, no, I done so many for you. I gave so much wealth to you and to your ministry. Therefore, let me take a suitcase. God said, okay, you can take 1 suitcase with you to heaven. He died and he reached heaven.
and Saint Peter was standing at the door. And Saint Peter, he came up with the suitcase. Saint Peter said, "You cannot bring anything to heaven. You have to come empty-handed." This man, rich man, insisted that God already allowed one suitcase to be brought to heaven. Saint Peter checked with God. God said, "Yes, I allowed one suitcase for him to bring to heaven." So Saint Peter got curious. What is he bringing to heaven? So this rich man answered, "I have a full suitcase of gold in my hand." That's in the suitcase. Saint Peter answered like this: "Well, that is the pavement in heaven. The roads are made out of heaven, and we are collecting all this gold and everything that we have for our eternity." This man was carrying gold, which is the roads in heaven. Is that our attitude as well? Where is our priority? Where do we focus our energy on? We only have temporary life ahead of us. All of us will stand before God and the judgment seat of Christ. What have we done for God? Let us make sure in this time of occasion, in this sorrow time of occasion, let us make sure that our priority is set straight. Number 3 is eternity. We all, like I said, the children of God will always be in a place where there's peace and joy. Bible says like this about heaven: it is a permanent place, and we are all citizens of heaven. We're going to be living here, we don't know how long, maybe 30, 40, 50, we don't know. But we're going to be living for millions and millions and millions of years in heaven. Don't miss that eternity. Don't enjoy the pleasures of this world for a few years to miss the eternal life that God has for us. Bible says that we will live with God and we will be His people. There is no more crying. There's no more tears. There is no more mourning. There will be no diseases, no sickness whatsoever. If we have sickness in our life, in this world, if we have pain, if we have an agony that we experience, but as soon as we reach our permanent home, all those pain is disappearing. All those pains are gone. The streets are made out of gold over there. There is no night. Why? Because God is the shining light. The gates will not be shut there. There's pure river of water of life, tree of life, and fruits. There is complete peace in heaven. I want to tell you that Uncle has gone to a place where there's pure joy. If you were to ask Uncle to come back, he wouldn't come back. Why? Because once you experience the joy of heaven, nobody will come back. Let us hold on to that hope. Let us hold on to what God has done for us. Let us live for God. Let us give our life to God. The uncle would say, if Uncle has one thing to say to all of us this afternoon, Uncle would say, make sure you live for Lord Jesus Christ. Make sure you spend your eternity in heaven with our Lord God Almighty. May God bless you with this verse. I pray that the peace of God will guard your heart. Again, my deepest condolences, and we will continue to pray and uphold you in our prayers. God bless you. ഈ സമയം നാം ഒരു പാട്ടുകൂടെ പാടുവാൻ പോവുകയാണ്. അതിന് ചുമതലപ്പെട്ട പ്രിയപ്പെട്ടവർ അത് ചെയ്യുന്നതായിരിക്കും. മൺമയമാമീയുലകിൽ കാൺമതുമായ മൺമയമാമീയുലകിൽ കാൺമതുമായ വൻമഹിമാധര സുഖങ്ങൾ സകലവുമായ വൻമഹിമാധര സുഖങ്ങൾ സകലവുമായ മണ്ണിൽ നമ്മൾ ജീവിതമോ പുല്ലിനെ പോലെ മണ്ണിൽ നമ്മൾ ജീവിതമോ പുല്ലിനെ പോലെ ഇന്നു കണ്ടു നാളെ വാടും പൂക്കളെ പോലെ ഇന്നു കണ്ടു നാളെ വാടും പൂക്കളെ പോലെ ധാന്യം ധനം. പാട്ട് പാടുന്ന സമയം പ്രിയപ്പെട്ടവർക്ക് വ്യൂ ചെയ്യാനുള്ള സമയമുണ്ട്. ധാന്യം ധനം ലാഭം കീർത്തി നഷ്ടമാകും. ധാന്യം ധനം ലാഭം കീർത്തി നഷ്ടമാകും. മാന്യമിത്രരാകെ നമ്മെ പിരിഞ്ഞിനി പോകും. മാന്യമിത്രരാകെ നമ്മെ പിരിഞ്ഞിനി പോകും. 7
പത്തോ ഏറെയായാൽ 80 മാത്രം. 7 10 ഏറെയായാൽ 80 മാത്രം. നീളുമായുസ്സതും നിനച്ചാൽ കഷ്ടത മാത്രം. നീളുമായുസ്സതു നിനച്ചാൽ കഷ്ടത മാത്രം. ലോകമരുഭൂവിൽ മധ്യേനാശ്രയം തേടി. ലോകമരുഭൂവിൽ മധ്യേനാശ്രയം തേടി. ശോകക്കൊടും വെയിലിലയോ വീഴുന്നു വാടി. ശോകക്കൊടും വെയിലിലയോ വീഴുന്നു വാടി. ദൈവമക്കൾ നമുക്ക് സ്വർഗം ആ സ്വന്ത ദേശം. ദൈവമക്കൾ നമുക്ക് സ്വർഗം ആ സ്വന്ത ദേശം. കേവലമീ പാരിടമോ വെറും പരദേശം. കേവലമീ പാരിടമോ വെറും പരദേശം. മണ്ണിൽ നമ്മൾ ജീവിതമോ പുല്ലിനെ പോലെ. മണ്ണിൽ നമ്മൾ ജീവിതമോ പുല്ലിനെ പോലെ. ഇന്നു കണ്ടു നാളെ വാടും പൂക്കളെ പോലെ. ഇന്നു കണ്ടു നാളെ വാടും പൂക്കളെ പോലെ. വളരെ അനുഗ്രഹിക്കപ്പെട്ട പാട്ട് കേൾക്കുവാനും പാടുവാനും കർത്താവ് ഇടയാക്കിയല്ലോ. എത്രയോ അർത്ഥവത്തായ ഒരു പാട്ടാണ്. മൺമയമാം ഈ ഉലകിൽ നമ്മുടെ ജീവിതമൊക്കെയും ഇന്ന് കണ്ട് നാളെ വാടുന്ന പുല്ലിനെ പോലെയുള്ള ഒരു ജീവിതമാണ്. എന്നാൽ അതിൻ്റെ മധ്യത്തിൽ ഈ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ഉള്ളത് കൊണ്ട് നമുക്ക് കർത്താവിന് സ്തോത്രം ചെയ്യാം. അനുഗ്രഹിക്കപ്പെട്ട സങ്കീർത്തനമാണല്ലോ നാം കേട്ടത്. അതിൽ നിന്ന് കർത്താവിൻ്റെ ദാസനിലൂടെ അനുഗ്രഹിക്കപ്പെട്ട വചനം കേൾക്കുവാൻ തക്കവണ്ണം, ആശ്വാസത്തിന്റെ വചനം കേൾക്കുവാൻ തക്കവണ്ണം കർത്താവ് ഇടയാക്കിയതുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു. എന്നെ ഒന്ന് പരിചയപ്പെടുത്തുവാൻ സാധിച്ചില്ലല്ലോ. ഞാൻ യോങ്കേഴ്സിൽ IPC ബദേൽ ചർച്ചിൽ പ്രിയ ജോൺസൺ എബ്രഹാമിനോട് ചേർന്ന് കർത്താവിൻ്റെ ശുശ്രൂഷ ചെയ്യുന്ന ഒരു എളിയ ദാസനാണ്. വളരെ അപ്രതീക്ഷിതമായിട്ടാണ് ഈ നിലയിൽ ഈ ശുശ്രൂഷ ലീഡ് ചെയ്യുവാൻ തക്കവണ്ണം ഇടയാക്കിയത്. ഞാൻ ശുശ്രൂഷിക്കുന്ന ചർച്ചിൻ്റെയും അതുപോലെ എൻ്റെ ഭവനത്തിൻ്റെയും പിന്നിൽ പ്രിയപ്പെട്ട കുടുംബത്തിന് കണ്ടോളൻസ് അറിയിക്കുന്നു. ദൈവമക്കളെ, എത്ര കണ്ടോളൻസ് പ്രിയപ്പെട്ടവർ നൽകിയാലും ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ മാനുഷികമായ വാക്കുകളൊക്കെ ഇവിടം കൊണ്ട് അതിന് പരിധിയുള്ളതാണ്. എന്നാൽ താൽക്കാലികമായിട്ടുള്ള ആ വാക്കുകൾക്കൊക്കെ നമുക്കൊരാശ്വാസം പകരുന്നുവെങ്കിലും നമുക്ക് നിത്യമായ സമാധാനവും ആശ്വാസവും നൽകുവാൻ നമ്മുടെ കർത്താവിന് മാത്രമേ കഴിയുകയുള്ളൂ. ആ ഒരു ധൈര്യവും ഉറപ്പും നമ്മുടെ ജീവിതത്തിൽ ഉള്ളിടത്തോളം കാലം നമുക്ക് ധൈര്യവും ആശ്വാസവും ബലവും ലഭിക്കും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. മരണമെന്ന് പറയുന്നത് ഒരു കുടുംബത്തിന്റെ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വിലാപത്തിന്റെയും ദുഃഖത്തിന്റെയും സമയം അല്ലെങ്കിൽ വേദനയുടെ സമയമാണെന്ന് നമുക്കറിയാം. നാം സഭാപ്രസംഗിയിൽ 7:1 കടന്നു വരുമ്പോൾ നല്ല പേർ സുഗന്ധ തൈലത്തെക്കാളും മരണ ദിവസം ജനന ദിവസത്തെക്കാളും ഉത്തമം വിരുന്ന് വീട്ടിൽ പോകുന്നതിനേക്കാൾ വിലാപ ഭവനത്തിൽ പോകുന്നത് നല്ലത്. ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ മരണമെന്ന് പറയുന്നത് നാം കേട്ടതുപോലെ മരണത്തെ ഒഴിഞ്ഞിരിപ്പാൻ തക്കവണ്ണം ആർക്കും കഴിയുകയില്ല. ഈ ലോകത്തിൽ നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ മക്കൾ, ഭാര്യ ഭർത്താക്കന്മാർ, സഹോദരങ്ങൾ, സ്നേഹിതർ, അങ്ങനെ എല്ലാ തുറയിൽപ്പെട്ട ആളുകളും ഒരു ദിവസം ഈ ലോകത്തിൽ നിന്ന് മരണവഴിയായിട്ട് കടന്നു പോകേണ്ടവരാണ്. ഈ ലോകത്തിൽ ജനിച്ചവരെല്ലാവരും മരിക്കണം. അത് ദൈവം വെച്ചിരിക്കുന്ന വ്യവസ്ഥയാണ്. മരണം കാണാതെ എടുക്കപ്പെട്ടവർ 2 പേർ മാത്രമാണ്. നമുക്കറിയാം, ഹാനോക്കും ഏലിയാവും മാത്രമാണ് മരണം കാണാതെ എടുക്കപ്പെട്ടത്. എന്നാൽ ഈ ലോകത്തിൽ നമ്മുടെയൊക്കെ രക്ഷിതാവായിട്ട്, നമ്മുടെ കർത്താവായിട്ട് ഈ ലോകത്തിലേക്ക് ജന്മമെടുത്ത നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിൽ ജനിച്ചു, ഈ ലോകത്തിൽ ജീവിച്ചു, മരിച്ചു, അടക്കപ്പെട്ടു. എന്നാൽ നമ്മുടെ കർത്താവ് മാത്രമാണ് മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റത്.
മരണത്തിൽ നിന്ന് പലരെ ഉയർപ്പിച്ചത് ദൈവത്തിന്റെ വചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ മരണത്തിൽ നിന്ന് എന്നേക്കുമായിട്ട് മരണത്തിന്റെ ശക്തികളെ പൊട്ടിച്ച് സ്വർഗത്തിലേക്ക് ഉയർത്തെഴുന്നേറ്റ ആ കർത്താവ് ഈ ലോകത്തിൽ മരിച്ചപ്പോൾ നാം ഒക്കെയും ഈ ലോകത്തിൽ മരിക്കുവാൻ തക്കവണ്ണം ദൈവം വെച്ചിരിക്കുന്ന വ്യവസ്ഥയാണ്. എന്നാൽ ഒരു ദൈവവൈതലിനെ സംബന്ധിച്ച് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവകൃപയിൽ കർത്താവായ യേശുക്രിസ്തുവിൽ ജനിച്ച് കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് കർത്താവായ യേശുക്രിസ്തുവിൽ വസിച്ച് കർത്താവായ യേശുക്രിസ്തുവിൽ മരിക്കുന്ന ഒരു ദൈവവൈതലിനെ സംബന്ധിച്ച് ഏറ്റവും സന്തോഷകരമായ വസ്തുത എന്ന് പറയുന്നത്, ദൈവമക്കളെ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ കർത്താവ് ക്രിസ്തുവിന്റെ കാഹള ധ്വനി കേൾക്കുമ്പോൾ ഇന്ന് ക്രിസ്തുവിൽ മരിച്ചവരൊക്കെയും ഇന്ന് അടക്കപ്പെടുവാൻ പോകുന്ന ഈ പ്രിയപ്പെട്ട സാംകുട്ടിയൊക്കെ അന്ന് എഴുന്നേൽക്കുവാൻ 50 വയസ്സ് മാത്രം പ്രായത്തിൽ നിന്ന് കടന്നു ചികിത്സിച്ച് സുഖപ്പെടുവാൻ കഴിയുന്ന നിലയിലുള്ള ഒരു അസുഖമായിരുന്നിട്ട് പോലും അവളുടെ വിശ്വാസത്തിന്റെ വലിപ്പം കൊണ്ട്, വിശ്വാസത്തിന്റെ ആ ശക്തി കൊണ്ട് അവൾ പറഞ്ഞു, എന്നെ എൻ്റെ കർത്താവ് ഈ അസുഖത്തോടുകൂടെ എടുക്കുന്നെങ്കിൽ എടുക്കട്ടെ, എനിക്ക് യാതൊരു നിലയിലുള്ള ചികിത്സയും വേണ്ട. 2016 ഈ ലോകത്ത് നിന്ന് അവൾ കടന്നുപോയി കർത്താവിന്റെ സന്നിധിയിലായിരിക്കുന്നു. എൻ്റെ മാതാവും പിതാവും കർത്താവിന്റെ സന്നിധിയിലായിരിക്കുന്നു. ഇവിടെ ആയിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയുവാൻ കഴിയുന്ന വാക്കുകൾ ഇതയാണ്. പ്രിയപ്പെട്ടവരെ, മരണം നമ്മുടെ കുടുംബത്തിൽ ഇല്ലാത്ത ആരും ഇവിടെ വന്നിട്ടില്ല. എന്നാൽ ആ മരണം നാം ഒക്കെയും കണ്ട് നമ്മുടെ ജീവിതത്തിൽ നാം പലരുടെ ഈ ലോകത്തിലുള്ള വേർപാടിലൂടെ നാം അനുഭവിച്ചവരാണ്. എന്നാൽ ഞാനൊരു ചോദ്യം ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് നാം മരിക്കുകയാണെങ്കിൽ നമ്മുടെ നിത്യത എവിടെ കഴിക്കും? എന്നെ വിശ്വാസത്തിലേക്ക് നയിച്ച ഒരു വാക്കാണ്, നീ ഇന്ന് മരിച്ചാൽ നീ എവിടെ നിന്റെ നിത്യത ചിലവഴിക്കും? ആ കർത്താവിനെ അറിയുവാനുള്ള ഭാഗ്യം അനേക ദൈവമക്കൾക്ക് കർത്താവ് കൊടുത്തു. ഈ പ്രിയപ്പെട്ട സാംകുട്ടിക്കും കുടുംബത്തിനും കർത്താവ് അത് സഹായിച്ചു. ഈ കർത്താവിനെ കണ്ടുമുട്ടുവാനുള്ള ഭാഗ്യം പ്രിയപ്പെട്ടവന് കൊടുത്തു. ആ സന്തോഷത്തിലാണ് ദൈവമക്കളെ നാം അനുഗ്രഹിക്കപ്പെട്ട ഒരു യാത്രയയപ്പ് ഈ പ്രിയപ്പെട്ടവന് കൊടുക്കുന്നത്. ഒരു കാര്യം നാം ഓർത്തു കൊള്ളണം, നമുക്ക് വലിയ ഒരു പ്രത്യാശയുണ്ട്. നാം അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ട്, നമുക്ക് ധൈര്യപ്പെടുവാൻ നമുക്കൊരു വലിയ പ്രത്യാശ. ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ പ്രിയപ്പെട്ടവനെ നാം കാണും. ഈ പ്രിയ പിതാവിനെ തന്റെ മക്കൾ കാണും, തന്റെ ഭാര്യ കാണും, തന്റെ കൊച്ചുമക്കൾ കാണും. അതുകൊണ്ട് നാം ധൈര്യപ്പെട്ടിരിക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുകയാണ്. കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷയരായി ഉയർക്കുന്ന ദിനം. ആ കാഹളത്തിന്റെ ധ്വനി കേൾക്കുമ്പോൾ, ആ ശബ്ദം കേൾക്കുമ്പോൾ, അതേ വീണ്ടെടുപ്പുകാരന്റെ ശബ്ദം കേൾക്കുമ്പോൾ ആ കണ്ണുകൾ തുറന്ന് അതേ ഏതവസ്ഥയിലായിരിക്കുന്നു അവിടെ നിന്ന് തേജസ്കരിക്കപ്പെട്ട ശരീരവുമായിട്ട് കർത്താവിനെ എതിരേൽക്കുവാൻ നമ്മയൊക്കെയും ആ ദിവസങ്ങളൊന്നും അധികം ദൂരമല്ല. നമ്മുടെ കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നത് കൊണ്ട് ഈ ദിവസങ്ങളിൽ കർത്താവിന്റെ ആ വലിയ പ്രത്യാശയോടുകൂടെ നമ്മുടെ കർത്താവിനെ വേഗം കണ്ടുമുട്ടാമുള്ള പ്രത്യാശയോടുകൂടെ നമുക്ക് ജീവിക്കാം. ഈ പ്രിയപ്പെട്ട ഭവനത്തില് പ്രിയ അന്നമ്മ സിസ്റ്ററിനും അതുപോലെ നിങ്ങൾ തന്റെ കുഞ്ഞുങ്ങൾക്ക്, കൊച്ചുമക്കൾക്ക് എല്ലാവർക്കും കർത്താവ് ആശ്വാസവും സമാധാനവും നൽകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കാം. തുടർന്നുള്ള ശുശ്രൂഷയ്ക്കായിട്ട് അടുത്തതായിട്ട് കണ്ടോളൻസ് പറയുന്നതിനുള്ള സമയമാണ്. നമുക്ക് അധികം സമയമില്ല, കാരണം ടൈം സൂക്ഷിക്കുവാൻ തക്കവണ്ണം പ്രത്യേകിച്ച് അപേക്ഷിക്കുന്നു. വളരെ ചുരുക്കമായിട്ടുള്ള സമയമേ ഉള്ളൂ. അനേകർക്ക് കണ്ടോളൻസ് പറയുവാൻ ആഗ്രഹമുണ്ടെന്നറിയാം, അനേക സമയങ്ങൾ എടുത്ത് പറയണമെന്ന് ആഗ്രഹമുള്ളവർ കാണും. എന്നാൽ ഇന്നത്തെ ഈ ഒരു പരിതസ്ഥിതിയിൽ വളരെ ചുരുക്കമായിട്ട് മാത്രമേ സമയമുള്ളൂ. ആദ്യമായിട്ട് പ്രിയപ്പെട്ട മോൻസി സെക്രട്ടറിയ മുന്നോട്ട് കടന്നു വന്ന് കണ്ടോളൻസ് അറിയിക്കുന്നതായിരിക്കും. സ്തോത്രം. അവരോട് ചേർന്ന് ഇവിടെ ഇങ്ങനൊരു അവസരം ദൈവദാനമായി തന്ന ദൈവത്തിന് മുൻകൃപയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ഈ അമേരിക്കയിൽ കടന്നു വന്ന് ഫസ്റ്റ് മാസം തന്നെ ഏകദേശം അന്ന് മുതൽ 2012 ഫെബ്രുവരി മുതൽ കഴിഞ്ഞ വർഷം ജൂൺ വരെ ഏകദേശം 5 വർഷക്കാലം ഈ കുടുംബത്തോടൊപ്പം അവരോടൊപ്പം ആയിരിക്കാൻ, ഒരു കുടുംബം പോലെ മേളിലും താഴെയായിട്ട് താമസിക്കുവാനെല്ലാം
ദൈവം അവസരങ്ങളെ തന്നു. അച്ഛനുമായും സങ്കുട്ടിച്ചാനുമായും അമ്മാമ്മയായും കുഞ്ഞുങ്ങളുമായും അവരെ ബാച്ചിലേഴ്സായിരുന്ന സമയത്ത് തന്നെ അവരോടൊപ്പം ആയിരിക്കാനും വളരെ അനുഗ്രഹീതമായ ഒരു കുടുംബമായിരുന്നു, വളരെ ആശ്വാസമായ ഒരു കുടുംബമായിരുന്നു. ഞങ്ങളിവിടെ കടന്നു വന്ന ഫസ്റ്റ് സമയങ്ങളിലൊക്കെയും ആ കുഞ്ഞുങ്ങൾ ഞങ്ങൾക്ക് എല്ലാ കാര്യങ്ങളിലും തുണയായി ദൈവം അവരെ ഞങ്ങൾക്കൊപ്പമാക്കുവാൻ ദൈവം സഹായിച്ചു. അത് ആ സ്നേഹബന്ധത്തിൽ ഇന്ന് വരെയും ഞങ്ങളായിരിക്കാൻ ദൈവം സഹായിച്ചു. സാങ്കുട്ടിച്ചാനെ പറ്റി പറയുകയാണെങ്കിൽ അച്ഛൻ വളരെ സൗമ്യനായ ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹം ഏത് ഫംഗ്ഷൻ അവിടെ നടന്നാലും ഞാൻ അവിടെ ചെല്ലാതെ ഫംഗ്ഷന് സ്റ്റാർട്ട് ചെയ്യാൻ സമ്മതിക്കത്തില്ല. ഒരു വാക്ക് പ്രാർത്ഥിച്ച് മനസ്സ് തുടങ്ങാൻ പറയും. ഈ സമയം ആ കാര്യങ്ങളൊക്കെ ഓർക്കുകയാണ്. എൻ്റെ കുഞ്ഞുങ്ങളെല്ലാവരും തന്നെ ആ ഭവനത്തിൽ എൻ്റെ കൊച്ചുമോന് 1 വയസ്സുള്ളപ്പോൾ ഈ പ്രദേശത്ത് കടന്നു വന്നു. അവനെ അച്ഛനോടൊപ്പവും ഷിബിനോടൊപ്പവും സിൽവയോടൊപ്പവും അവനെ വളർന്നു വരുവാൻ ദൈവം സഹായിച്ചു. ആ കുഞ്ഞുങ്ങൾക്ക് ആ സ്നേഹം, ആ കരുണ എല്ലാം ആ പ്രിയ പിതാവിനോടുണ്ടായിരുന്നു. കഴിഞ്ഞ 6 മാസങ്ങൾക്ക് മുമ്പേ താൻ രോഗത്താൽ ആയി പോയി കാണുവാനും ആ സമയം മുതലേ സാങ്കുട്ടിച്ചാൻ വേണ്ടി കരുണ ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ആയിരിക്കാൻ ദൈവടിയാക്കി. ഞാനും ആ കുഞ്ഞുങ്ങളോട് പറഞ്ഞു, ദൈവം തക്ക സമയത്ത് തന്നെ തന്റെ പിതാവിനെ അറിയുന്ന നാളെ എന്ന് പറയുവാൻ സഹായിച്ചു. വ്യാഴാഴ്ച മിഡ് നൈറ്റ് ആയപ്പോൾ ഷിബിൻ വിളിച്ചു, ഞങ്ങളെ പപ്പ കടന്നുപോയി എന്ന് പറയുവാനിടയായി. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആദരണീയനായ ഒരു വ്യക്തിയാണ്. എപ്പോഴും സമാധാനവും സന്തോഷവുമുള്ള ഒരു സ്വഭാവം, ഒരു ദിവ്യ സ്വഭാവം തൻ്റെ മകനെ കാണപ്പെടുവാനിടയായി. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയും അനുഭവിച്ചറിയുവാൻ ദൈവം ഞങ്ങളെയും കുടുംബമായി സഹായിച്ചു. ഈ സമയം പ്രിയപ്പെട്ടവരോട് ചേർന്നായിരിക്കാൻ വീണ്ടും ദൈവം ഇങ്ങനൊരു അവസരം ഒരുക്കിയതിനാൽ ദൈവത്തെ സ്തുതിക്കുന്നു. കൂടാരമാവുന്ന നമ്മുടെ ഭവനം അഴിഞ്ഞു പോയാലും കൈപ്പണിയില്ലാത്ത നിത്യഭവനം നമുക്ക് വേണ്ടി സ്വർഗത്തിൽ ദൈവം ഒരുക്കി വച്ചിരിക്കുന്നതിനാൽ മുന്നേ അച്ഛൻ ആ ഭവനത്തിലേക്ക് കടന്നുപോയി. തുടർന്നും ആ മാതൃകയെ പിൻപറ്റിക്കൊണ്ട് മക്കളും കുഞ്ഞുങ്ങളൊക്കെ ആയിരിക്കാൻ ദൈവം സഹായിക്കണം. പ്രിയപ്പെട്ട അമ്മാമ്മയും ഷിബിനെയും അഞ്ജുനെയും സിൽവയെയും വിജിനെയും ദാനമായി കൊടുത്തിരിക്കുന്ന കുഞ്ഞുങ്ങൾ 3 പേരെയും ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവികമായ സമാധാനത്താൽ ദൈവരെ നിറയ്ക്കട്ടെ. ഞങ്ങളുടെ കുടുംബമായിട്ടുള്ള കണ്ടോളൻസ് ഈ സമയം അവരോട് അറിയിക്കുന്നു. തുടർന്നും ആ സ്നേഹത്തിൽ അന്ത്യം വരെയും ജീവിപ്പാനും ദൈവസ്നേഹത്തിൽ അടിയുറച്ച് വിശ്വസിച്ച് കർത്താവ് വെച്ചിരിക്കുന്ന അവകാശം പ്രാപിപ്പാനും ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ചെറിയ വാക്കുകൾ നീ അടുത്തതായിട്ട് കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ആൽവിൻ മുന്നോട്ട് കടന്ന് വന്ന് അല്പനിമിഷങ്ങൾ എടുക്കുന്നതായിരിക്കും. നിത്യനായ പരിശുദ്ധനായ നമ്മുടെ സൃഷ്ടിതാവായ നമ്മുടെ വീണ്ടെടുപ്പുകാരനായ ദൈവത്തിന് മഹത്വം. ദുഃഖത്തിലായിരിക്കുന്ന പ്രിയ സഹോദരി അന്നമ്മ, മകൾ സെൽവിയ, മകൻ ഷെബിൻ, എന്നെ ഓർമ്മ കാണുമോ എന്ന് എനിക്കറിയത്തില്ല. 10 വർഷത്തിന് മുൻപ് നമ്മൾ ഒരുമിച്ച് ആരാധിച്ചതാണ്. നിങ്ങളെ സർവശക്തനായ ദൈവം, സർവ സമാധാനത്തിൻ്റെയും ഉറവിടമായ ദൈവം എന്ന് പറയുവാനല്ലാതെ നിങ്ങൾക്ക് ഞങ്ങളുടെ വാക്കുകൾ കൊണ്ട് ഇവിടെ ഗംഭീരമായ വാക്കുകൾ ഉപയോഗിച്ച് സംസാരിക്കാൻ ശ്രമിച്ചാലും അതൊന്നും നിങ്ങൾക്ക് ആശ്വാസം പകരത്തില്ല. ദൈവത്തിൻ്റെ ദിവ്യ സമാധാനവും ദൈവത്തിൻ്റെ സാന്നിധ്യവും നിങ്ങൾക്ക് ആശ്വാസം പകരുമെന്നുള്ളത് തീർച്ചയാണ്. പ്രിയ
സാംകുട്ടി ബ്രദറിനോട് ചേർന്ന് ചില വർഷങ്ങൾ ആരാധിപ്പാൻ കർത്താവ് എനിക്ക് അവസരം തന്നു. സ്ഥാനം എഴുതിയിരിക്കുന്ന പോലെ സോഫ്റ്റ് സ്പോക്കൺ പേഴ്സൺ, വളരെ ശാന്തതയോടുകൂടെ സ്നേഹത്തോടുകൂടെ പെടുകയും താൻ അറിഞ്ഞ ദൈവത്തെ വ്യക്തി ഏറ്റുപറഞ്ഞ ദൈവത്തെ, ആ ദൈവത്തിൻ്റെ കൽപ്പന അനുസരിക്കുവാൻ, സ്നാനമേൽക്കുവാൻ, കൂട്ടായ്മ ആചരിക്കുവാൻ, മേശയിൽ പങ്കുചേരുവാൻ എല്ലാം തൻ്റെ ദാസന് കർത്താവ് അവസരം കൊടുത്തു. അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ നിന്ന് വിളിച്ചു പറയുന്നത്, താൻ നിത്യതയിൽ കാണും, എല്ലാവരും നിത്യതയിൽ കാണും, നിത്യയിൽ ദൈവത്തോടു കൂടെ കാണുമെന്ന് പറയുന്നത്. കാരണം കൽപ്പന അനുസരിച്ച് കൽപ്പന പ്രകാരം ജീവിച്ച വ്യക്തി, അറിയാവുന്നിടത്തോളം കാലം, ഇടപെട്ടിടത്തോളം കാലം, ഞാനിപ്പോൾ പറഞ്ഞതുപോലെ കഴിഞ്ഞ 10 വർഷത്തോളമായി ആ കുടുംബമായിട്ട് ഇടപെട്ടിട്ട്, എന്നാൽ തനിക്ക് ദൈവത്തോട് ചേർന്ന് നടക്കുവാൻ, കൽപ്പന അനുസരിച്ച് ജീവിക്കുവാൻ, അത് ഏറ്റുപറഞ്ഞ് ജീവിക്കുവാൻ കർത്താവ് അവസരം കൊടുത്തു. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. പ്രിയ സഹോദരി, കുഞ്ഞുങ്ങളെ, കൊച്ചുമക്കളെ, നിങ്ങൾക്ക് താൻ അനുസരിച്ച ദൈവത്തെ, വ്യക്തിപരമായി നിങ്ങൾ ആ ദൈവത്തെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ, വ്യക്തിപരമായി ആ ദൈവത്തിൻ്റെ കൽപ്പന നിങ്ങൾ പ്രമാണിക്കുന്നുണ്ടെങ്കിൽ, അദ്ദേഹത്തെ ഇപ്പോൾ കാണുവാൻ നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റത്തില്ല, എന്നാൽ ഒരു ദിവസം തീർച്ചയായിട്ടും കാണാം, സംസാരിക്കാം. അതിനൊരു മാർഗമേ ഉള്ളൂ, താൻ നടന്ന പാതയിൽ നടക്കുക. അല്ലാതെ മറ്റൊരു അദ്ദേഹം ഇങ്ങോട്ട് വന്ന് നമുക്കിനി കാണുവാൻ കഴിയില്ല, അങ്ങോട്ട് ചെന്ന് കാണുവാനേ സാധ്യമാതയുള്ളൂ. അതുകൊണ്ട് താൻ നടന്ന പാതയിൽ, താൻ കാണിച്ചു വെച്ച മാർഗത്തിൽ മുൻപോട്ട് പോകുവാൻ നമുക്ക് ഓരോരുത്തർക്കും ശ്രമിക്കാം. ഇവിടെ കർത്താവിൻ്റെ ദാസൻ എബ്രഹാം സങ്കീർത്തനം വായിച്ച് സംസാരിച്ചപ്പോൾ അവിടെ ഒരു വാക്ക് അദ്ദേഹം പറയുകയുണ്ടായി, പ്രയോറിറ്റി ഇൻ ലൈഫ്. എന്താണ് നമ്മുടെ ജീവിതത്തിലെ പ്രയോറിറ്റി? ദൈവവും അവൻ കൽപ്പിച്ച വചനവും അതനുസരിച്ച് ജീവിക്കുന്നതുമാണോ, അതോ മറ്റെന്തെങ്കിലുമാണോ? 2 വാക്യശകലത്തിലേക്ക് ഞാൻ പ്രസംഗിക്കാൻ നിൽക്കുകയല്ല, പോകാൻ താല്പര്യപ്പെടുന്നു. കർത്താവിൻ്റെ ദാസൻ TJ വർഗീസ് അതിപ്പോൾ വായിക്കും. അത് 1 കൊരിന്ത്യർ 5:19, 2 കൊരിന്ത്യർ 5:10 ദൈവത്തിന്റെ ദാനമായി നിങ്ങളിൽ ഇരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാണ് നമ്മളുടെ ശരീരം. ഈ കിടക്കുന്നത് പരിശുദ്ധാത്മാവ് ഒരിക്കൽ വസിച്ചതായ മന്ദിരമാണ്. അടുത്ത വാക്യം വായിച്ചാണ് ഭാഷ. അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും. ശരീരത്തിൽ ഇരിക്കുമ്പോൾ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വസിച്ച ശരീരം, അവനവൻ ശരീരത്തിലായിരിക്കുമ്പോൾ, പ്രിയ സാംകുട്ടി ബ്രദർ ഈ കാണുന്ന ശരീരത്തിൽ ഒരിക്കൽ വസിച്ചിരുന്നു, ഇപ്പോഴില്ല, ആയിരിക്കുന്നു. അത് ഈ ശരീരം, എൻ്റെ ശരീരം, നിങ്ങളുടെ ശരീരം ദൈവത്തിന്റെ മന്ദിരമാണ്. ഓർമ്മ, ദൈവം നമ്മളോട് കൂടെയുണ്ട്, ദൈവത്തിന്റെ മന്ദിരമാണ്. ഞാൻ ചെയ്യുന്ന സകലതിനും, കർത്താവിന്റെ ദാസൻ സംഗീതമായി ഓർപ്പിച്ച പോലെ, ന്യായവിധിയുണ്ട്. ന്യായമായ വിധി. ഈ ന്യായവിധി നിങ്ങൾക്ക് പേടിക്കേണ്ട കാര്യമില്ല, ന്യായമായ വിധിയാണ്. ദൈവം നീതിമാനവൻ ന്യായമായേ വിധിക്കൂ. ഇല്ലാത്ത ഈ ലോകത്തിൽ പല അന്യായ കോടതികളും അന്യായം പറയുന്നവരും എല്ലാം കാണും. എന്നാൽ ദൈവം നീതിമാനായതുകൊണ്ട് ന്യായമായ വിധിക്ക്. നിങ്ങൾ ചെയ്ത ഒരു ഗ്ലാസ് വെള്ളം കൊടുത്തിട്ടുണ്ടെങ്കിൽ, യേശുവിന്റെ നാമത്തിൽ ഒരു ഗ്ലാസ് വെള്ളം കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു ആശ്വാസ വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതിന് പ്രതിഫലം ലഭിക്കും. ന്യായമായി വിധിക്കുന്ന ദൈവത്തിന്റെ സന്നിധിയിലാണ് നാം ഇരിക്കുന്നത്. നമ്മളിൽ വസിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. നമ്മൾ ഈ ശരീരത്തിൽ വസിക്കുന്നതോടൊപ്പം തന്നെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ ശരീരത്തിൽ വസിക്കുന്നത് കൊണ്ട് ഭയത്തോടും വിറയലോടും കൂടെ നമ്മുടെ ജീവിതകാലം കഴിക്കണം. ഈ അവസരത്തിലാണോ ഇത് പറയേണ്ടത് ഭാഷയെന്ന് ഒരുപക്ഷെ ചിന്തിച്ച് നമ്മൾ ഈ ഇരിക്കുന്നവരെല്ലാം തന്നെ നാം കർത്താവിനെ വ്യക്തിപരമായി അറിഞ്ഞ് അവനെ അനുസരിച്ച് ജീവിക്കുന്നവരാണ്. അതുകൊണ്ട് നമ്മുടെ ലക്ഷ്യം, ഇവിടെ ആരോ ഒക്കെ പറഞ്ഞത് പിന്നെയും ഞാൻ പറയുക, എല്ലാവരും ഇവിടെ രക്ഷപ്പെടുമെന്ന് വിചാരിക്കണ്ട. നോക്ക്, ആദ്യത്തെ നടന്ന ന്യായവിധിയെ കുറിച്ച് ചിന്തിക്ക്. 8 പേരെ രക്ഷപ്പെട്ടുള്ളൂ, 10,000 മരിച്ചു. മെജോറിറ്റിക്ക് വേണ്ടിയല്ല കർത്താവ് വരുന്നത്, വിശുദ്ധരായി ജീവിക്കുന്നവർക്ക് വേണ്ടിയാണ്. അതുകൊണ്ട് നമുക്ക് ഈ അവസരത്തിൽ നമ്മെ തന്നെ ഒന്ന് പരിശോധിക്കാം. അടുത്ത നിമിഷം കാഹളം ധ്വനിച്ചാൽ ഞാൻ എടുക്കപ്പെടുമോ?
അടുത്ത നിമിഷം കാഹളം ധ്വനിച്ചാൽ ഞാൻ എടുക്കപ്പെടുമോ? അടുത്ത നിമിഷം കാഹളം ധ്വനിച്ചാൽ ഞാൻ എടുക്കപ്പെടുമോ? ഈ ശബ്ദം നിങ്ങളുടെ ചെവിയിൽ ഇരിക്കട്ടെ. പ്രിയ സഹോദരി, പ്രിയ കുഞ്ഞുങ്ങളെ, കൊച്ചുമക്കളെ, കർത്താവിന്റെ ദിവ്യ സമാധാനം നിങ്ങളുടെ കൂടെ ഇരുന്ന് കർത്താവ് നിങ്ങളെ ആശ്വസിപ്പിക്കട്ടെ. പിതാവിനെ വീണ്ടും നമുക്ക് കാണാം. അത് ദൈവത്തിന്റെ വാഗ്ദത്തമാണ്. കർത്താവ് ഈ വചനങ്ങളാൽ നിങ്ങളുടെ ഹൃദയങ്ങളെ ആശ്വസിപ്പിക്കട്ടെ. എന്റെയും എൻ്റെ കുടുംബത്തിന്റെയും പ്രാർത്ഥന തുടർന്ന് നിങ്ങൾക്കുണ്ടായിരിക്കും. കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. അടുത്തതായിട്ട് കർത്താവിൻ്റെ ദാസൻ ശാലേം പെന്റക്കോസ്റ്റൽ ടാബർനാക്കിൾ ശുശ്രൂഷിക്കുന്ന കർത്താവിൻ്റെ വിലയേറിയ ദാസൻ പാസ്റ്റർ ജെയിംസ് ജോർജ് മുന്നോട്ട് കടന്നു വന്ന് അല്പനിമിഷങ്ങൾ എടുക്കുന്നതായിരിക്കും. ദുഃഖാർത്തരായ കുടുംബാംഗങ്ങളെ, സന്നിഹിതരായിരിക്കുന്ന സഹോദരി സഹോദരങ്ങൾ എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വിനീതമായ വന്ദനം അറിയിക്കുന്നു. പ്രിയ തോമസ് സാംകുട്ടിയുടെ റിലേറ്റീവായിരിക്കുന്ന പാസ്റ്റർ TJ വർഗീസ് ഞാൻ ശുശ്രൂഷിക്കുന്ന സഭയിൽ എന്നോടുകൂടെ സഹകരിച്ച് ശുശ്രൂഷിക്കുന്നു. ആ ബന്ധത്തിലാണ് ഇന്ന് ഇവിടെ വരുവാനിടയായി തീർന്നത്. സന്നിഹിതരായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ദൈവം ആശ്വസിപ്പിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. മനുഷ്യജീവിതത്തെ നമ്മൾ വിലയിരുത്തുകയാണെങ്കിൽ ദൈവവചനം ഈ ജീവിതത്തിൻ്റെ പീരീഡിനെ കുറിച്ച് പറയുന്നത് വളരെ ഷോർട്ട് പീരീഡ് എന്ന നിലയിലാണ്. വെള്ളത്തിലെ കുമ്മള പോലെ, ചാഞ്ഞു പോകുന്ന നിഴൽ പോലെ, 4 വിരൽ നീളം, പുല്ലിൻ്റെ പുഷ്പത്തിൻ്റെ ആയുസ് പോലെ. നമുക്ക് 80 വർഷം വരെ അല്ലെങ്കിൽ അതിലധികവും ജീവിക്കാൻ അവസരം ലഭിച്ചാലും ദൈവസന്നിധിയിൽ ദൈവം അതിനെ കാണുന്നത് നൈമിഷികമായിട്ടാണ്. അങ്ങനെയുള്ള ഒരു ചെറിയ ജീവിതം, ആ ജീവിതത്തെ ദൈവം എന്തിനുദ്ദേശിച്ചു, എന്തിന് നമുക്ക് തന്നു എന്ന് അന്വേഷിക്കുന്നതാണ് സാക്ഷാൽ ഈ ജീവിതത്തിൻ്റെ അർത്ഥത്തിന് മുഖാന്തരമാക്കി. ദൈവം അതുകൊണ്ട് ഇങ്ങനെ പറയുന്നത്, ബുദ്ധിമാന്റെ ജീവിതയാത്ര മേൽപോട്ടാകുന്നു, അവൻ കീഴെയുള്ള പാതാളത്തെ ഒഴിഞ്ഞുപോകും. ദൈവം വീണ്ടും പറയുന്നു, യഹോവാഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു, അവയെ ആചരിക്കുന്ന എല്ലാവർക്കും നല്ല ബുദ്ധിയുണ്ട്. കർത്താവ് ഇങ്ങനെ പറഞ്ഞു, എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവൻ പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകും. അപ്പോൾ ഈ ആയുസ്സിന് അർത്ഥം വരുത്തുന്ന ഘടകം, ആ ജ്ഞാനം, ആ ബുദ്ധി എന്താണെന്ന് ചോദിച്ചാൽ വന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് തിരിച്ചറിഞ്ഞ് അത് നടപ്പിൽ വരുത്തുക എന്നുള്ളത്. അപ്പോൾ ഭാഗ്യങ്ങളിൽ വെച്ച് വലിയ ഭാഗ്യമാണ് ഈ ആയുസ്സിൽ സൃഷ്ടികർത്താവിനെ തിരിച്ചറിയുക എന്നുള്ളത്. നമ്മൾ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് എവിടെ ആയിരുന്നു എന്ന് നമുക്ക് ഓർമ്മയില്ല, അല്ലെങ്കിൽ നമുക്കത് പറയാൻ പറ്റുന്നില്ല. നമ്മുടെ അസ്തിത്വം, വ്യക്തിത്വം, അത് നമുക്ക് ഉപയോഗപ്രദമായി, നമുക്ക് ബോധ്യമായി തീർന്നത് നമ്മുടെ തീരുമാനശേഷി നമ്മുടെ അഭിക്കാൻ തുടങ്ങിയപ്പോൾ മുതലാണ്. എല്ലാവർക്കുമില്ല. മനുഷ്യകുലത്തിൽ പെടുന്ന തന്മയത്വത്തിൽ അത് വിനിയോഗിക്കുവാൻ കഴിയുന്നില്ല. എന്നാൽ ഭൂരിപക്ഷം വരുന്ന ശേഷി വിനിയോഗിക്കുവാൻ, വകതിരിവ് വിനിയോഗിക്കുവാൻ, അഭിപ്രായ സ്വാതന്ത്ര്യം വിനിയോഗിക്കുവാൻ ദൈവം നമുക്ക് നടപ്പിൽ വരുത്താൻ ഒക്കുന്നത് ഈ 3: തീരുമാനശേഷി, അഭിപ്രായ സ്വാതന്ത്ര്യം, വകതിരിവ്. ഇത് തന്നെയാണ് നമ്മൾ ഉപയോഗിച്ച് എന്തിന്, നമ്മുടെ വീടിൻ്റെ ഡിസൈനിന്, അതിൻ്റെ പ്രോപ്പർട്ടിയുടെ വാല്യൂവിന്, നമ്മൾ വാങ്ങിച്ച വാഹനത്തിന്, ഇത് തന്നെയാണ് നമ്മൾ വിനിയോഗിച്ചത്. നമ്മളെവിടെ പാർക്കണമെന്ന് തീരുമാനിച്ചതോ, എവിടെ വരെ പഠിക്കണമെന്ന് തീരുമാനിച്ചതോ, ഏത് വീട്ടിൽ താമസിക്കണമെന്ന് തീരുമാനിച്ചതോ, ജീവിത പങ്കാളി ആരായിരിക്കണമെന്ന് തീരുമാനിച്ചതൊന്നുമല്ല. നമ്മുടെ ഈ ശേഷിയുടെ ആത്യന്തിക ഉപയോഗം ഇത് കഴിഞ്ഞ് ചെല്ലേണ്ടത് എവിടാണെന്ന് തീരുമാനിക്കുക എന്നുള്ളത്. ഇവിടുന്ന് പോവും, നമ്മൾ എല്ലാവരും പോയേ പറ്റും. ഇവിടെ സ്ഥിരതാമസത്തിന് ആരും വന്നില്ല. ഇന്ന് എത്രയും പേര് ലോകത്തിലുണ്ടോ അതിൽ എത്രയോ അധികം പേര് വന്നേച്ച് പോയി. ഞാൻ ന്യൂയോർക്കിൽ നിന്ന് പോകുന്ന കാര്യമല്ല പറഞ്ഞത്, ലോകത്തിൽ നിന്ന് പോകുന്ന കാര്യമാണ്. അപ്പോൾ ഇനി എവിടാ എന്നുള്ളത് തീരുമാനിക്കാനാണ് ദൈവം ഈ പൊട്ടൻഷ്യൽ, ഈ ശേഷി നമുക്ക് തന്നത്.
അത് തക്ക സമയത്ത് അർത്ഥവത്തായി വിനിയോഗിക്കാൻ കഴിയുന്നതാണ് ജീവിതത്തിൻ്റെ ഭാഗ്യം എന്ന് പറയുന്നത്. കർത്താവ് ഇത് സംബന്ധിച്ച് പറഞ്ഞ പരാമർശം പറഞ്ഞ് ഞാൻ നിർത്തട്ടെ. നമ്മുടെ എക്സിസ്റ്റൻസ് ഹിയർ ആഫ്റ്റർ, കർത്താവിനെ സംബന്ധിച്ച് ഇങ്ങനെ പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു. ഞാൻ സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. മാറ്റർ, സ്പേസ് ആൻഡ് ടൈം, ഇത് മൂന്നുമാണ് ഒരു എക്സിസ്റ്റൻസിന് അനിവാര്യമായിരിക്കുന്നത്. മാറ്റർ, സ്പേസ് ആൻഡ് ടൈം. എന്താണ് നമുക്കിതിനപ്പുറത്തുള്ള ജീവിതത്തിൽ അവശേഷിക്കുന്നത്? കർത്താവ് ഇങ്ങനെ പറഞ്ഞു, ദൈവം ഇങ്ങനെ പറയുന്നു, അവനെ താൻ ഇരിക്കുന്നത് പോലെ നാം കാണുന്നതാകൊണ്ട് അവനോട് സദൃശ്യന്മാരാണ്. അപ്പോൾ ഇതിനപ്പുറത്തുള്ള നമ്മുടെ ജീവിതത്തിൻ്റെ മാറ്റർ എന്ന് പറയുന്നത് കർത്താവിനെ പോലെ ഇരിക്കുക എന്നതാണ്. അവനെ താൻ ഇരിക്കുന്നത് പോലെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശ്യന്മാരാണ്, കർത്താവിനെ പോലെ. അന്നത്തെ ഇൻ്റലിജൻസ്, വിസ്ഡം, അത് സംബന്ധിച്ചും വേദപുസ്തകം പറയുന്നുണ്ട്. എന്താ പറയുന്നത്? അന്നാളിൽ നിങ്ങൾ എന്നോടൊന്നും ചോദിക്കുകയില്ല. ഒരു സ്റ്റുഡൻറ്റിന് ഒരു ചോദ്യവും ടീച്ചറിനോടുള്ള ബന്ധത്തിൽ ഇല്ലെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ടീച്ചറോളമായെന്നാണ്. നോസ് എവരിതിങ്. അപ്പോൾ കർത്താവിനെ പോലെയാകും നമ്മൾ ഇതിന് ശേഷം. നമ്പർ 2, സ്പേസ്. നമ്മൾ ഒക്യുപ്പൈ ചെയ്യാൻ പോകുന്ന സ്പേസ്. അറബി ഭാഷയിൽ ബൈബിളിൽ അതിനെ എഴുതിയിരിക്കുന്നത് സുഖവാസ കേന്ദ്രങ്ങൾ. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു, ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നത് സുഖവാസ കേന്ദ്രങ്ങൾ ഒരുക്കുവാൻ പോകുന്നു. നമ്മൾ ഓക്യുപ്പൈ ചെയ്യുവാൻ പോകുന്ന സ്പേസ് സുഖവാസ കേന്ദ്രം. കർത്താവിനോട് കൂടെ എന്നും കൂടെ നമ്മൾ അതിനെക്കുറിച്ച് വായിക്കും. സോ ഇറ്റ്സ് ഗോയിങ് ടു ബി ലോങ്. എന്ന് വരെയാ ടൈം എലമെന്റ്, എന്ന് വരെയാ നമ്മൾ പാപത്തിൻ്റെ ശമ്പളം മരണമത്രേ, ദൈവത്തിൻ്റെ കൃപാവരമോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ 1000 വർഷം തന്നെ ആണോ? അല്ല, നിത്യജീവൻ. ഫോറെവർ. എന്താ നിത്യജീവന്റെ ഡെഫിനിഷൻ? ദൈവം എന്ന് വരെ കാണുമോ അന്ന് വരെ നമ്മൾ കാണും. സോ വി വിൽ റിമെയിൻ വിത്ത് ഹിം ഫോർ എവർ, വി വിൽ ബി വിത്ത് ഹിം ഫോർ എവർ, ആൻഡ് വി വിൽ ബി ലൈക്ക് ഹിം ഫോർ എവർ. ഇതാണ് നമ്മുടെ പ്രത്യാശ. നമ്മുടെ പ്രിയ സഹോദരൻ തോമസ് സാംകുട്ടിക്ക് ദൈവം അതിന് ഭാഗ്യം നൽകിയെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും ഇതുവരെ ആ വലിയ കോൺഫിഡൻസ് ഇല്ലെങ്കിൽ, ദിസ് ഈസ് ദ ബെസ്റ്റ് ടൈം ടു മേക്ക് ദ ഡിസിഷൻ. ഞാനൊരു ആധ്യാത്മിക നേതാവിൻ്റെ ശസ്ത്രസ്കാര ശുശ്രൂഷയിൽ വളരെ ചെറുപ്പത്തിൽ പങ്കെടുത്തു. അന്ന് നമ്മുടെ പാടിയ പാട്ടുകൾ മലയാളത്തിലായതുകൊണ്ട് എനിക്കത് മനസ്സിലായി. ആ പാട്ടിൻ്റെ വാചകങ്ങൾ പക്ഷേ എന്നെ വളരെ പിടിച്ചു കുലുക്കി. എൻ്റെ സഹപ്രവർത്തകർ കൂടി പാടുകയാണ്, ദൈവമേ ഈ നിന്റെ ദാസനെ ഏറ്റവും പുറത്തുള്ള ഇരുട്ടിൽ പോകേണ്ടി വന്ന ദാസനെ പോലെ ആക്കരുതേ. ദൈവമേ ഈ നിന്റെ ദാസനെ പാതാളത്തിൽ യാതനാസ്ഥലത്ത് പോയ ധനവാനെ പോലെ ആക്കരുത്. ചുരുക്കി പറഞ്ഞാൽ വേദപുസ്തകത്തിലെ അശുഭ പര്യവസാനിയായ എല്ലാ കഥകളും റെഫർ ചെയ്തിട്ട് അതുപോലെ ഈ നിന്റെ ദാസനെ ആക്കരുത്. ഈ കർത്തൃസേവയിലായിരുന്ന ആളിനെ കുറിച്ച് ഇങ്ങനെ പ്രാർത്ഥിക്കേണ്ടി വരുന്നത് എത്ര മോശമാണ്. അന്ന് എനിക്ക് വ്യത്യാസം പിടികിട്ടിയത്, ദൈവമക്കൾ എന്ന് പറയുന്നവരുടെ പ്രത്യേകത എന്താണെന്നറിയാമോ? ദേ ഹാവ് ദ കോൺഫിഡൻസ്, ഐ ആം എ ചൈൽഡ് ഓഫ് ഗോഡ്. അതുകൊണ്ടാണ് നമ്മൾ ശുശ്രൂഷ ശുശ്രൂഷയിൽ പാടുന്ന പാട്ടെല്ലാം കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അതിൻ്റെ എസൻസ്, കണ്ടന്റ് എന്ന് പറയുന്നത് പേർ വിളിക്കും നേരം കാണും എൻ പേരും. എത്ര പേർക്ക് ആ കോൺഫിഡൻസ് ഉണ്ട്? Would you please raise your hands and say hallelujah, praise God. പേർ വിളിക്കും നേരം കാണും എൻ പേര്. ഏത് ചർച്ചിലാണ്, ഏത് ഡിനോമിനേഷനിലാണ്, ഇതൊന്നുമല്ല വിഷയം. Do you have that confidence that my name is written in the book of life? ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ആശീർവദിക്കും. എത്രയോ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൂതാണ് പേർ വിളിക്കും നേരത്തിൽ. ഇന്നെൻ്റെ പേര് വിളിച്ചാൽ ആ വിളി കേൾക്കാൻ അങ്ങോട്ട് പോകാൻ ഞാൻ സന്തോഷമുള്ളവനാണോ, എനിക്ക് ആ പ്രത്യാശയുണ്ടോ എന്ന് എൻ്റെ പ്രിയപ്പെട്ടവർ ചിന്തിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇടയാക്കട്ടെ. ഇപ്പോൾ ശാലേം മർത്തോമ ചർച്ചിൻ്റെ ഓൺ ബിഹാഫ് ഓഫ് ശാലേം മർത്തോമ ചർച്ച് ബ്രദർ സാംകുട്ടി ജോർജ് മുന്നോട്ട് കടന്നു വന്ന്
ഒരു 2 മിനിറ്റ് എടുക്കും, അതിൽ കൂടുതൽ എടുക്കരുത്. കണ്ടോളസൻസ് നമുക്ക് അധികം സമയമില്ലല്ലോ. പ്ലീസ്. ബഹുമാന്യരായിരിക്കുന്ന മാസ്റ്റർമാർ, ദുഃഖിതരായിരിക്കുന്ന കുടുംബാംഗങ്ങൾ, കർത്താവിൽ പ്രിയ സ്നേഹിതരെ, മരണം ഒരു യാഥാർത്ഥ്യമാണ്. ജനിച്ചവരെല്ലാം ഇന്നല്ലെങ്കിൽ നാളെ മറ്റന്നാളായിട്ട് കടന്നു പോകും. എൻ്റെ ചെറുപ്പകാലത്ത് കേരളത്തിലൊക്കെ ആയിരിക്കുമ്പോൾ പണ്ട് ശവപ്പൊട്ടിയുടെ മുകളിൽ പലയിടങ്ങളിലും എഴുത്തുകൾ കാണുമായിരുന്നു, ഇന്ന് ഞാൻ നാളെ നീ. പക്ഷേ ഇപ്പോൾ ആ വാക്കുകളൊന്നും എഴുതി വെക്കാറില്ല. നാം ഈ ലോകത്തിലായിരിക്കുമ്പോൾ നമ്മുടെ ജീവിതം ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ, സംസർഗത്തിൽ, കൂട്ടായ്മയിൽ ആണെങ്കിൽ മാത്രമേ നമുക്ക് നിത്യജീവന് അവകാശികളും മക്കളുമായി തീരാൻ സാധിക്കുകയുള്ളൂ. 90-ാം സങ്കീർത്തനം നാം വായിക്കുമ്പോൾ കർത്താവേ, നീ തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതവും കോട്ടയുമായിരിക്കുന്നു. ഈ പർവ്വതങ്ങൾ ഉണ്ടായതിനു മുമ്പേ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിച്ചതിന് മുമ്പേ നീ അനാദ്യമായും ശാശ്വതമായും ദൈവമാകും. മർത്തിനെ പൊടിയിലേക്ക് മടങ്ങിച്ചേരുമാറാക്കുന്ന മനുഷ്യപുത്രന്മാരെ തിരികെ വരുന്ന അരുളി ചെയ്യുന്നു. നമ്മുടെ ആയുസ് 70 സംവത്സരം, ഏറെയാൽ 80. All flesh is like grass, and all its glory like the flower of grass. Flower falls, grass withers, but the word of God remains forever and ever. ഏതാണ്ട് 10-65 വർഷക്കാലം ജീവിച്ചിരുപ്പാൻ പ്രിയ പിതാവിന് ദൈവം കൃപ കൊടുത്തു. ദൈവവചനം പറയുന്നത് 70 സംവത്സരം. നമ്മുടെ ജീവിതം 100 സംവത്സരം ജീവിച്ചിരുന്നുകൊണ്ടോ 100 സംവത്സരം ജീവിച്ചിരുന്നുണ്ടോ കാര്യമായില്ല. എന്നാൽ നമുക്ക് തന്നിരിക്കുന്ന അല്പായുസ് അത് എങ്ങനെ കഴിച്ചു കൂട്ടണം എന്നുള്ളതാണ് ദൈവത്തിൻ്റെ വചനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സഭാപ്രസംഗി പറയുന്നു, പൊടി പണ്ടായിരുന്നതുപോലെ പൊടിയിലേക്ക് മടങ്ങിച്ചേരും. ആത്മാവ് തന്നെ സൃഷ്ടിച്ചവന്റെ സ്ഥാനത്തേക്ക് ദൈവത്തിലേക്ക് മടങ്ങിപ്പോകും. ഇന്ന് ഈ ദൈവദാസൻ പണ്ടായിരുന്നതുപോലെ ദൈവം തന്റെ രൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ച ഈ ദൈവദാസൻ ഇന്ന് ഭൗതിക ശരീരം ഏതാനും നിമിഷങ്ങൾക്ക് ശേഷം പൊടിയിലേക്ക് മടങ്ങി ചേരുമാറാവും. എന്നാൽ ആത്മാവ് ദൈവസനിലേക്ക് എത്തിച്ചേർന്നു എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. വെളിപാട് പുസ്തകം വായിക്കുന്ന സമയത്ത് കർത്താവിൽ നിദ്ര പ്രാപിച്ച മനുഷ്യർ ഭാഗ്യവാന്മാർ, അവർ തന്റെ ജോലിയിൽ നിന്നും വിരമിക്കേണ്ടതാകും, അവരുടെ അധ്വാനത്തിൽ നിന്നും വിരമിക്കേണ്ടതാകും. നമുക്ക് തന്നിരിക്കുന്ന ജീവിതം, ജീവൻ, ജനനം, ജീവിതം, മരണം, 3 അക്ഷരങ്ങൾ മാത്രമാണ്. ജനനം, ജീവിതം, മരണം. നാം അറിയാതെ ജനിക്കുന്നു, അറിയാത്തപ്പോൾ മരിക്കുന്നു. എന്നാൽ ജീവിതം മാത്രമാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്കറിയാവുന്നത്. ഈ ജീവിതം കൊണ്ടാണ് നമുക്ക് ക്രിസ്തുവിന്റെ ന്യായസ്ഥലത്തിന് മുമ്പാകെ നിൽക്കേണ്ടതായിട്ടുള്ളത്. നല്ലവനും വിശ്വസനമായ ദാസനെ, നീ അല്പത്തിൽ വിശ്വസനായതിനെ അധികത്തിന് വിചാരണാക്കും എന്നുള്ള ഇമ്പസ്വരം കേൾക്കുവാൻ ഇവിടെ ആയിരിക്കുന്ന നമുക്ക് എല്ലാവർക്കും ഇവിടെ ആകട്ടെ. സാധാരണ മരണാനന്തര ശുശ്രൂഷ എന്ന് പറയുന്നതും അല്ലെങ്കിൽ മരണത്തിന് ശുശ്രൂഷ എന്ന് പറയുന്നത് മരിച്ചുപോയ വ്യക്തിക്ക് വേണ്ടിയല്ല, ഇവിടെ കടന്നു വരിക്കുന്ന എല്ലാവർക്കും വേണ്ടിയാണ്. നമ്മുടെ എല്ലാവരും ജീവിതത്തിൽ പുതുക്കത്തിന്റെ അനുഭവത്തിലും അനുതാപത്തിന്റെ അനുഭവത്തിലും അനുജത്തിന്റെ അനുഭവത്തിലും ജീവിപ്പാൻ വേണ്ടിയാണ്. ശാലിയം മാർത്തോമ ചർച്ച് ഈസ്റ്റേൺ ലോങ് ഐലൻഡിന്റെ നാമത്തിൽ ശാലിയം മാർത്തോമ ചർച്ചിനെ പ്രതികരിച്ചുകൊണ്ട് ഇടവകയുടെ നാമത്തിലും എൻ്റെ കുടുംബത്തിലെ നാമത്തിലുള്ള അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. അടുത്തതായിട്ട് മാർത്തോമ യുവജന സംഘത്തിന്റെ കെയർ ഓഫിൽ പ്രിയ സഹോദരൻ തോമസ് ബിജേഷ് മുന്നോട്ട് കടന്നു വന്ന് അല്പനിമിഷങ്ങൾ 2 മിനിറ്റ് എടുക്കുന്നതായിരിക്കും.
respected pastors, sorrowing family, and all others gathered over here. I'm representing Shalem USAKM. On behalf of Shalem USAKM, I would like to extend deepest condolences to the family. I know Shelvia and Vijay from last 2 weeks. Prior to that, when I went to church, they spoke to me regarding their dad, and we had a very good conversation. I do not know personally Mr. Thomas Samkutty uncle. Through them, I was able to know that he was a very kind man, a meek man. And from the behavior of Sylvia, we know that they've been brought up very, very nicely, and that was reflected through her. We know that this is a very difficult time, and I went through this 3 years back in the same place when I lost my dad. We understand that this is a very difficult time. Everyone will go through this. And we should have the faith that one day we will meet once again in eternity. Once again, I extend deepest condolences on behalf of Shalem USAKM. May God bless you. Thank you. പ്രിയ ജോൺസൺ ഇവിടെ സങ്കീർത്തനം വായിച്ചപ്പോൾ ആ സങ്കീർത്തനത്തിലൊരു വാക്യം ഇങ്ങനെയുണ്ട്: നീ ഞങ്ങളെ ക്ലേശിപ്പിച്ച ദിവസങ്ങൾക്കും ഞങ്ങൾ അനർത്ഥം അനുഭവിച്ച സംവത്സരങ്ങൾക്കും തക്കവണ്ണം ഞങ്ങളെ സന്തോഷിപ്പിക്കണമേ. ഒരു ദൈവവൈദ്യരുടെ ജീവിതത്തിൽ ഈ ലോകത്തിൽ ക്ലേശവും വേദന ഇതൊക്കെ ദൈവം നമുക്ക് വച്ചിരിക്കുന്നതാണ്. അതനുഭവിക്കുവാനുള്ള കൃപ കർത്താവ് നമുക്ക് തന്ന് ബലപ്പെടുത്തുന്നു. ദൈവത്തിൻ്റെ വചനത്തിൽ കർത്താവെ, നീ ഞങ്ങളെ ക്ലേശിപ്പിച്ച അനുഭവങ്ങൾക്കും ദിവസങ്ങൾക്കും തക്കവണ്ണം ഞങ്ങളെ സന്തോഷിപ്പിക്കണമേ. ആ സന്തോഷം ഇവിടെയല്ല, സ്വർഗത്തിലേക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ കേട്ടതുപോലെ കർത്താവിൻ്റെ സന്നിധിയിൽ എത്തുമ്പോൾ മാത്രം ആ സന്തോഷം അനുഭവിക്കുവാൻ കഴിയും. ഇപ്പോൾ പ്രിയ TJ പാസ്റ്റർ മുന്നോട്ട് കടന്നു വന്ന് ഒരു മിനിറ്റ് എടുക്കുന്നതായിരിക്കും ഈ കുടുംബത്തോടുള്ള ബന്ധത്തിൽ. ദൈവത്തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വിശേഷാൽ ഈ കുടുംബമായിട്ടുള്ള ബന്ധത്തിൽ ഇവരുടെ കടന്നു വന്ന നാൾ മുതൽ ഇന്നുവരെയും അവരോട് സഹകരിപ്പാനും മിക്കവാറും എല്ലാ വിഷയങ്ങളിലും ചേർന്ന് പ്രവർത്തിപ്പാനും ദൈവം കൃപ നൽകി തരുന്നു. ഇവിടെ കടന്നു വന്ന് ഏകദേശം എനിക്ക് തോന്നുന്നു ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഒരുമിച്ച് ഏകദേശം 1.5 മാസത്തോളം എൻ്റെ ഭവനത്തിൽ താമസിപ്പാൻ തക്കണം. പ്രിയ സാമിച്ചാന്, അമ്മണി മാമ, സിൽവിയ, ഷെബിനെ ഞങ്ങൾക്ക് ഒരുമിച്ച് ദൈവം ഭാഗ്യം നൽകി തന്നു. പല കാര്യങ്ങളിലും അവരോട് കാര്യങ്ങൾ ഷെയർ ചെയ്യുവാനും ദൈവത്തെ ഒരുമിച്ച് ആരാധിപ്പാനും ദൈവം കൃപ നൽകി തന്നു. എന്നാൽ പ്രിയ സാമിച്ചാന്റെ മണ്ണ് എത്ര വേഗത്തിൽ ആകുമെന്ന് എനിക്കൊരിക്കലും ഒരു പ്രതീക്ഷയില്ലായിരുന്നു. ഇന്നലെയും ഞാൻ എൻ്റെ ജെസ്സിയോടെ ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തത് വളരെ വേഗത്തിലാണല്ലോ ഇതൊക്കെ നമ്മളെ വിട്ട് പോയത് എന്ന് വളരെ ദുഃഖത്തോടു കൂടി എനിക്ക് ഓർപ്പാൻ തക്കവണ്ണം ഇടയായി തീർന്നു. എന്നാൽ നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ നമ്മളെ വിട്ട് കടന്നു പോകുമ്പോൾ നമ്മൾ പലപ്പോഴും പല ദൈവജനത്തിൽ നിന്ന് പല ആശ്വാസവാക്കുകളൊക്കെ നമ്മൾ പറയും. അതുകൊണ്ടൊക്കെ നമ്മൾ ആശ്വാസം പ്രാപിക്കും. എന്നാൽ ഭൗതികമായ ഒരു ശരീരം ഇന്ന് നമ്മുടെ മുൻപാകെ ഇല്ല. ഇന്നുണ്ട്. ഇത് ഒരു ദിവസം കഴിയുമ്പോൾ ഇത് മാറ്റപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കാണാൻ സാധിക്കത്തില്ല. എന്നാൽ ദൈവ മക്കളുടെ പ്രത്യാശ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ദൈവവചനം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ദാവീദ് മരിച്ചു, ദാവീദ് നിദ്ര പ്രാപിച്ചു എന്നാണ് മരണത്തെ പറ്റി പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. നിദ്ര പ്രാപിച്ചു. നിദ്ര എന്ന് പറഞ്ഞാൽ ഉറക്കം എന്നാണ്. ഇപ്പോൾ സാമച്ചാൻ ഇവിടെ ഉറങ്ങിക്കിടക്കുന്നു. എന്നാൽ ഒരു ദിവസം ഉണരും. നമ്മളെല്ലാവരും രാത്രി അല്ലെങ്കിൽ പകല ചില നിമിഷങ്ങളൊക്കെ ചില മണിക്കൂറുകളൊക്കെ നമ്മൾ ഉറങ്ങാൻ പോകുന്നു. എന്നാൽ ചില മണിക്കൂറുകൾ കഴിയുമ്പോൾ നമ്മൾ ഉണരും. ഇതുപോലെ തന്നെ കർത്താവായ യേശു ക്രിസ്തുവിൽ മരിക്കുന്നതായ ദൈവമക്കൾ ഒരു ദിവസം അവര് മരിക്കും, അതിനുശേഷം അവർ ഉണരും. എന്നാൽ ആ ഭാഗ്യപ്രത്യാശ നമ്മൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തന്റെ പ്രിയപ്പെട്ടവരെ, എൻ്റെ പപ്പായെ, എൻ്റെ ഡാഡിയെ, എൻ്റെ ഭർത്താവിനെ എനിക്ക് വീണ്ടും കാണണം എന്നുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ദൈവബന്ധത്തിൽ നമ്മൾ പറയുന്നുള്ള കാര്യങ്ങൾ അത് ശ്രമിച്ച് അത് അനുസരിച്ച് ജീവിച്ചാൽ കർത്താവിന്റെ കാഹളം ധരിക്കുമ്പോൾ അല്ലെങ്കിൽ കർത്താവിന്റെ മേഘപ്രത്യക്ഷതയിൽ യേശുവിനോട് ഒരുമിച്ച് അവനെ എതിർപ്പാൻ ചെല്ലുമ്പോൾ ആ ദിവസം പ്രിയ പിതാവിനെ കാണാം എന്നുള്ള ഒരു പ്രത്യാശയാണ് ദൈവമക്കളാണ് നമുക്കുള്ളത്. ഞാൻ നിങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കും എന്ന് തുടർന്ന് ഞാൻ വാഗ്ദാനം ചെയ്തുകൊണ്ട് ദൈവം നമ്മളെ സഹായിക്കട്ടെ. സർവ്വ ആശാസ്യന്റെ ഇവരോടമായ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ.
എന്ന് ശോധരായ വാക്കുകൾ പറഞ്ഞുകൊണ്ട് ഞാനിവിടെ ഇരിക്കുന്നു. ഇപ്പോൾ ഈ കുടുംബത്തോട് ഏറ്റവും പ്രിയപ്പെട്ട ഒരു പ്രിയ സഹോദരി ലിസ കോശിയുടെ ഒരു മെസ്സേജ് ഇവിടെ പ്ലേ ചെയ്യാൻ ആഗ്രഹിക്കുക. Dear loved ones, I am Lisa Samuel Koshi, the daughter of V.T. Samuel and Susie Samuel, who you know as Tangachan and Sus Mama. My husband Ajit and I are sorry we couldn't be there with you all at this sorrowful time. We were fortunate a few weekends ago to spend time with Samkutty uncle and family. I could see then in that short visit through the family he was surrounded by love and the best care in what would have been some of the most difficult days with failing health. The love of family is always a blessing in the joys and sorrows of life. We were only able to spend a little time together at that visit, but I was able to reminisce with them about the old times. Like the time I remember in Kerala decades ago when a young Samkutty uncle was so happy and excited to introduce me the first time to Shelby Mole, maybe a young girl 5 or 6 at the time, who was then a little shy and clinging to her dad's side. He was beaming with the father's pride to show his children. That was a happy time to remember, a precious memory. In the sadness of grief, it's good to recall the happy memories, talk about those times, remember the good times, because it makes us feel that our departed loved ones are near. I know Samkutty uncle was someone who loved the Lord. I want to share this poem with you, written by Helen Steiner Rice, called In God's Tomorrow There is Eternal Spring. There is some comfort for those who believe in God that we will meet again in God's eternal spring, as the poet Helen Steiner Rice describes best. Here is the poem. All nature heeds the call of spring, as God awakens everything, and all that seems so dead and still experiences a sudden thrill. As springtime lays a magic hand across God's vast and fertile land, oh, the joy in standing by to watch a sapphire springtime sky, or see a fragile flower break through what just a day ago or two seemed barren ground still hard with frost. For in God's world, no life is lost, and flowers sleep beneath the ground. But when they hear spring's waking sound, they push themselves through layers of clay to reach the sunlight of God's day. And men and women, like flowers too, must sleep until called from the dark and deep to live in that place where angels sing and where there is eternal spring. We trust we will all meet again in God's eternal spring. We extend our love and prayers for peace and comfort to all there. May God bless everyone with peace and comfort in the days ahead. With love, Lisa and Ajit. Amen. ഇപ്പോൾ പ്രിയ ഫസ്റ്റ് കസിനാണ് സാങ്കുട്ടിയുടെ അമ്മയും അച്ഛൻ്റെ വൈഫും. ഡോക്ടർ തങ്ങൾ ഞാൻ ഈ സാങ്കുട്ടിയുമായിട്ട് പരിചയപ്പെടുന്നു. ഞാൻ അമേരിക്കയിൽ വന്നതിന് ശേഷം ആദ്യമായി അമേരിക്കയിൽ നിന്ന് 1982 നാട്ടിൽ ചെല്ലുമ്പോൾ മലശ്ശേരിയിൽ ഡോക്ടർ വി.ടി. സാമുവിൻ്റെ ഭവനത്തിൽ ഞാൻ അമ്മച്ചെ കാണാൻ ചെന്നപ്പോൾ അവിടെ വെച്ചാണ് സാങ്കുട്ടിയുമായിട്ട് ആദ്യമായി പരിചയപ്പെടുന്നത്. അന്ന് മുതൽ ഈ കഴിഞ്ഞ നാളിൽ ദിവസങ്ങളിൽ ഹോസ്പിറ്റലിൽ ഞാനും എൻ്റെ വൈഫും കൂടെ പോയി കാണാൻ ചെന്നപ്പോൾ വരെ ഉണ്ടായിരുന്ന സ്നേഹബന്ധം കാത്തു സൂക്ഷിച്ചു. ഞാനും എൻ്റെ വൈഫും കൂടെ ഹോസ്പിറ്റലിൽ ചെന്നറിയ വത്സമാമയില്ലയോ സാമിച്ചാനല്ലയോ ഭവനത്തിൽ നിത്യഭവനത്തിലെത്തി ആത്മാവ് സന്തോഷിക്കുന്നു. ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന നമുക്ക് ആ ജീവിതം കണ്ട് ശൗന്യമായ ജീവിതം കണ്ട പാതകളെ പിന്തുടർന്ന് നമുക്ക് നിത്യതയിലെത്താം. എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും കണ്ടോളൻസ് അറിയിക്കുന്നു. അതുപോലെ എന്നെ ഇവിടെ പരമേൽപ്പിച്ച ഒരു കണ്ടോളൻസ് വായിക്കുന്നു. ഡോക്ടർ വി.ടി. സാമുവിൻ്റെ അനന്തരത്തിൽ ഷേർലി അയച്ചിരിക്കുന്ന മെസ്സേജ് ഞാൻ വായിക്കുന്നു. ഡാളസിൽ നിന്ന് I have known Samachan ever since I was a little girl. I have known him as a humble soul. I remember those days when I would visit my Valyamachi, my grandmother in Malaseri. Samachan is what I used to call him. He used to get up in the morning, Tamachi, sing early morning songs and pray with her and went to bed after massaging her legs.
and putting her to bed. I used to tell Ammachi Samachan is her favorite and not me. She would say, all her grandchildren are her favorite. I remember when Ammachi came to the US with my aunt, he carried all the way from the airport to home. I am certain he is with the Lord and enjoying with his family who was already left us. At the same time, I am sad for his wife, children, and grandkids who will miss him not being with them. For Abama and kids, my deepest condolence, praying for your strength and comfort, love and prayers. Shibu, Shirley, Hannah, Nadan, and Eva. എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഡീപ്പസ്റ്റ് കണ്ടോളൻസ് പ്രാർത്ഥനയും ഷെബിനെയും അമ്മിണിയെയും സെൽവിയെ അറിയിക്കുന്നവരുടെ കുടുംബങ്ങളെയും ദൈവം നിങ്ങളെ ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥനയോടുകൂടെ എൻ്റെ വാക്കുകൾ വളരെ അനുഗ്രഹിക്കപ്പെട്ടതായിട്ടുള്ള ഓർമ്മകളാണ് പ്രിയപ്പെട്ടവരൊക്കെയും ഇവിടെ അയവിറക്കുന്നത്. അത് കേൾക്കുമ്പോൾ കർത്താവിൻ്റെ നാമം മഹത്വപ്പെടുന്നതുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു. ഇപ്പോൾ ഒരു പാട്ടിൻ്റെ ചില അടികൾ പാടുമ്പോൾ പ്രിയപ്പെട്ടവർ ഈ സൈഡിൽ നിന്ന് കടന്നു വന്ന് വ്യൂ ചെയ്ത് പോകാനുള്ള സമയമുണ്ട്. അപ്പുറത്തൂടെ വന്ന് കാണുന്നതിനുള്ള വ്യൂ ചെയ്യുന്നതിനുള്ള സമയമാണ്. ഒരു പാട്ടിൻ്റെ ചില അടികൾ പാടുന്നത്. ഭാഗ്യനാട്ടിൽ പോകും ഞാൻ, എൻ്റെ ഭാഗ്യനാട്ടിൽ പോകും ഞാൻ, ഭാഗ്യനാട്ടിൽ ചെന്നു ശുദ്ധരോടൊത്തു ഞാൻ യേശുവെ വാഴ്ത്തിയിടുമേ. ഭാഗ്യനാട്ടിൽ ചെന്നു ശുദ്ധരോടൊത്തു ഞാൻ യേശുവെ വാഴ്ത്തിയിടുമേ. മായായിമ്പം വിടുന്നേ എൻ്റെ ലോകസുഖങ്ങളെല്ലാം, നായകനാമെൻ്റെ മന്നനെയോർത്തു ഞാൻ തൻ തിരുനാമത്തിനായി, നായകനാമെൻ്റെ മന്നനെയോർത്തു ഞാൻ തൻ തിരുനാമത്തിനായി. സ്വർഗഭാഗ്യം ഓർക്കുമ്പോൾ എൻ്റെ ഉള്ളമാനന്ദിക്കുന്നേ, തുള്ളിക്കളിച്ചെൻ്റെ സന്തോഷരാജ്യത്തിൽ വേഗം ഞാൻ ചേർന്നിടുമേ. തുള്ളിക്കളിച്ചെൻ്റെ സന്തോഷരാജ്യത്തിൽ വേഗം ഞാൻ ചേർന്നിടുമേ. ഭാഗ്യനാട്ടിൽ പോകും ഞാൻ, എൻ്റെ ഭാഗ്യനാട്ടിൽ പോകും ഞാൻ, ഭാഗ്യനാട്ടിൽ ചെന്നു ശുദ്ധരോടൊത്തു ഞാൻ യേശുവെ വാഴ്ത്തിയിടുമേ. ഭാഗ്യനാട്ടിൽ ചെന്നു ശുദ്ധരോടൊത്തു ഞാൻ യേശുവെ വാഴ്ത്തിയിടുമേ. ഓരോ ദിവസവും ഞാൻ എൻ്റെ പ്രിയനെ നോക്കിക്കൊണ്ട് നേരായ പാതയിൽ സേവനം ചെയ്തു തൻ മാർവോടണഞ്ഞിടുമേ. നേരായ പാതയിൽ സേവനം ചെയ്തു തൻ മാർവോടണഞ്ഞിടുമേ. ഭാഗ്യനാട്ടിൽ പോകും ഞാൻ, എൻ്റെ ഭാഗ്യനാട്ടിൽ പോകും ഞാൻ, ഭാഗ്യ
യേശുവേ വാഴ്ത്തിടുമേ. അടുത്തതായിട്ട് ഫാമിലി റിഫ്ലക്ഷൻസിനുള്ള സമയമാണ്. ആദ്യമായിട്ട് ഷെബിൻ സാം, ഹിസ് വൈഫ് അന്ന അഞ്ചു എബ്രഹാം, അവർ മുന്നോട്ട് കടന്നു വന്ന് തൻ്റെ പിതാവിനെ കുറിച്ചുള്ള ഓർമ്മകൾ പറയുന്നതായിരിക്കും. ദൈവത്തിന് സ്തോത്രം. അവസാന വിടവാങ്ങുന്ന സമയത്ത് ഞങ്ങളുടെ ദുഃഖത്തിൽ എല്ലാവർക്കും എന്നെ പറയുന്നു. ശരിക്കും എന്ത് പറയണമെന്ന് എനിക്കറിയത്തില്ല. കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് വളരെ അസ്വസ്ഥമായിരുന്നു. ക്യാൻസർ ആണെന്ന് പറഞ്ഞ ആദ്യ സമയങ്ങൾ വളരെ പ്രതീക്ഷയുണ്ടായിരുന്നു. എൻ്റെ തേർഡ് സ്റ്റേജിൽ അറിഞ്ഞെങ്കിലും അപ്പോഴേക്ക് എന്നോട് പറയായിരുന്നു കീമോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ രക്ഷപ്പെടും. ഞാൻ പഴയതുകൊണ്ടാണ് ഞാനൊന്നും പറയത്തില്ല. പുറത്തിറങ്ങുന്ന കാര്യം ഡോക്ടർമാർ പറഞ്ഞു ഞങ്ങൾക്ക് സമയം പറയാൻ പറ്റില്ല, എന്നാലും 6 months ആണ് എന്ന് പറയാം. ലാസ്റ്റ് ടൈം ഹോസ്പിറ്റലിൽ പോകുന്നതും വരെയും പ്രതീക്ഷയിലായിരുന്നു. അത് കഴിയുമ്പോൾ തൊട്ട് സ്വന്തമായിട്ട് മനസ്സിലാക്കി തുടങ്ങി ഞങ്ങളൊക്കെ വിട്ടു പോവുകയാണെന്ന്. പപ്പയെ പറ്റി പറയുകയാണെങ്കിൽ എന്നെ ഇന്നേ ഒരു 3 പ്രാവശ്യം അടിച്ചിട്ടുള്ളൂ. എന്നോട് വളരെ സ്നേഹമായിരുന്നു. നല്ലൊരു അച്ഛനായിട്ട്, നല്ലൊരു കുടുംബനാഥനായിട്ട്, നല്ലൊരു ഭർത്താവ്, നല്ലൊരു വല്യച്ഛനായിട്ട് എപ്പോഴും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. അവസാന നിമിഷങ്ങൾ ആശുപത്രിയിലൊക്കെ ഒരുപാട് വർഷമായിരുന്നെങ്കിൽ എപ്പോഴും ഞാൻ വരുന്നതിനോട് വെയിറ്റ് ചെയ്യും. വന്നു കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ ഇനിയിപ്പോൾ ജോലി കഴിഞ്ഞ് വന്നതല്ലേ പറയണ്ടേ, ഞാനിവിടെ കിടന്നോളാം, നിനക്ക് അസുഖമൊന്നും ഉണ്ടാവട്ടെ, നീ പൊട്ടു, അമ്മ എന്നെ ഓടിച്ചു. ഇപ്പോൾ പ്രിയ സാങ്കുട്ടിയുടെ മകൾ ശിൽവിയ കുടുംബമായിട്ട് മുന്നോട്ട് കടന്നു വന്ന് പിതാവിനെ കുറിച്ചുള്ള നല്ല ഓർമ്മകൾ പ്രിയ പൈതൽ പറയുന്നതായിരിക്കും. എനിക്ക് പപ്പയെ പറ്റി പറയാനാണെങ്കിൽ, പപ്പയെ സംബന്ധിച്ചിടത്തോളം പപ്പയുടെ ചെറുപ്പകാലത്ത് തന്നെ പപ്പയുടെ പിതാവ് നഷ്ടപ്പെട്ടതാണ്. അപ്പോൾ അന്ന് മുതൽ പപ്പ
ആ പപ്പയുടെ സഹോദരിമാരായിരുന്നാലും അവരെയുള്ള കാര്യങ്ങൾ ഏറ്റെടുക്കുകയും ആ അമ്മയായിരുന്നാലും മുൻപോട്ട് കൊണ്ടുപോകും. ആ കുടുംബത്തെ മൊത്തമായി പപ്പയ്ക്ക് 4 പെങ്ങന്മാരായിരുന്നു. അപ്പോൾ അവരുടെയൊക്കെ വിവാഹത്തിന് മുമ്പ് തന്നെ പപ്പയുടെ പിതാവ് നഷ്ടപ്പെട്ടതാണ്. അപ്പോൾ പപ്പ അതെല്ലാം പപ്പയാണ്. പപ്പയ്ക്ക് വേറെ സഹോദരങ്ങളുണ്ടെങ്കിൽ പോലെയും പപ്പയായിരുന്നു അതെല്ലാം മുന്നോട്ട് പോയിരുന്നത്. അപ്പോൾ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പപ്പ ഫാമിലിയുമായിട്ട് വളരെ അറ്റാച്ചായിട്ട് മുന്നോട്ട് പോകുന്നൊരു വ്യക്തിയായിരുന്നു. അത് സാമൂഹികപരമായിട്ട് പപ്പയ്ക്ക് വളരെ ഫ്രണ്ട്സോ മറ്റു കാര്യങ്ങളോ ഇല്ലെങ്കിൽ പോലും ഫാമിലി ആയിരുന്നു പപ്പയ്ക്ക് ഏറ്റവും കൂടുതൽ മുൻഗണന. അപ്പം പപ്പയുടെ ഏറ്റവും വലിയ സമ്പാദ്യം എന്ന് പറയുന്നത് അവരുടെ മക്കളായിരുന്നു. ഷിബിനായിരുന്നാലും സിൽവി എന്ന് പറഞ്ഞായിരുന്നാലും പപ്പയ്ക്ക് അതിനപ്പുറം വേറെ ആരുമില്ല. ഒരു പക്ഷേ മമ്മിയെ പോലും രണ്ടാമതായിരുന്നു പപ്പ. പപ്പയ്ക്ക് പപ്പയുടെ മക്കള് വളരെയധികം പ്രാധാന്യമായിരുന്നു ജീവിതത്തിൽ. അപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് അവസാന നിമിഷം ഞങ്ങൾക്ക് പപ്പയുടെ കൂടെ നിൽക്കാൻ പറ്റിയില്ല. എനിക്കും സിൽവയ്ക്കും അതൊരു വിഷമമുണ്ട്. ഞങ്ങൾ അവസാന ആഴ്ചയിൽ ഞങ്ങൾ നാട്ടിൽ നിന്ന് പോകണമെന്ന് വെച്ചു. ഒരിക്കലും ഞാൻ വിചാരിച്ചില്ല ഇത്ര പെട്ടെന്ന് ഇത് സംഭവിക്കുമെന്നൊന്നും ഞാൻ വിചാരിച്ചില്ല. എങ്കിലും പക്ഷേ ഞങ്ങൾക്ക് 7 മാസത്തോളം പപ്പയെ ശുശ്രൂഷിക്കാനും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുവാൻ ഞങ്ങൾക്ക് സാധിച്ചു. അത് ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട്. പക്ഷേ പപ്പ ഇത്രത്തോളം ഫാമിലിയുമായിട്ട് അറ്റാച്ച് നിൽക്കുന്ന പപ്പ ഞങ്ങളെ വിട്ടുപോകുമ്പോൾ ഞങ്ങൾക്ക് എത്രമാത്രം അത് ഞങ്ങൾക്ക് താങ്ങാൻ പറ്റുന്നതിനപ്പുറമാണ് പപ്പയുടെ ആ ഒരു വിയോഗം. ഈ സമയത്ത് വേറെ ഒന്നും എനിക്ക് പറയാനില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വളരെ തീരാ ഒരു നഷ്ടം തന്നെയാണ് പപ്പയുടെ വിയോഗം. എന്നെ സഹായിച്ച് എൻ്റെ കൂടെ പോകേണ്ട എല്ലാ എൻ്റെ ഫ്രണ്ട്സിനും ഫാമിലിക്കും നന്ദി പറഞ്ഞു. ഞാനിട്ടില്ലായിരുന്ന സമയത്ത് അവസാന നിമിഷത്തിനും എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു. എനിക്കറിയാം പപ്പ സന്തോഷത്തോടെയാ പോയേ. എനിക്ക് ഒന്നും കൂടുതൽ പറയാനില്ല. എനിക്ക് പപ്പ എല്ലാമായിരുന്നു. പപ്പ ഞാൻ പോകുന്നതിന് 2 ദിവസങ്ങൾക്ക് മുമ്പ് എന്നോട് പറഞ്ഞു പപ്പയ്ക്ക് അവര് ഹോസ്പൈസ് അവിടെ കൊടുത്ത് ഒരു ബെഡ് കൊടുത്തിരുന്നു. പപ്പ എൻ്റെ അടുത്ത് പറഞ്ഞു ഈ ബെഡ് വെള്ളിയാഴ്ച എടുക്കുമല്ലേ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ ചോദിച്ചു അതെന്താ പപ്പയുടെ ബെഡല്ലേ, അത് എന്തിനാ എടുക്കുന്നത് ചോദിച്ചപ്പോ പറഞ്ഞു അതിന് ഞാനൊന്നും ഇല്ലല്ലോ എന്ന്. എനിക്ക് നാട്ടിൽ പോകുമ്പോഴും അറിയാമായിരുന്നു എൻ്റെ പപ്പ എനിക്ക് തിരിച്ചു വരുമ്പോൾ കാണാൻ പറ്റില്ലെന്ന് എന്നോട് പറഞ്ഞിരുന്നു. എന്നോടൊന്ന് കാണാൻ എനിക്ക് കൊതിയുണ്ടായിരുന്നു. പിന്നെ പപ്പയ്ക്ക് ഞങ്ങളെ ഭയങ്കര ജീവനായിരുന്നു. എൻ്റെ ശിവനെ ഞങ്ങൾക്ക് താങ്ങാവുന്നില്ലാതെയാണ് പപ്പയുടെ നഷ്ടം. ഞങ്ങൾ ചെയ്യാവുന്നതെല്ലാം ചെയ്തു. പപ്പ ചോദിച്ച് ഞാൻ രക്ഷപ്പെടുമെന്ന് ഞങ്ങൾ കൊടുക്കാതെ ട്രീറ്റ്മെന്റ് ഞങ്ങൾ ചെയ്യാൻ ശ്രമിച്ചു. പക്ഷെ പറ്റിയില്ല. അവസാനം പപ്പയ്ക്ക് മനസ്സിലായി രക്ഷപ്പെടില്ല. പപ്പ പറഞ്ഞു കുഴപ്പമില്ല, മരുന്ന് വേണ്ടത് എന്നോട് പറഞ്ഞു. എനിക്ക് പ്രതീക്ഷയുണ്ട് എൻ്റെ പപ്പയിനെ എനിക്ക് കാണാൻ പറ്റുമെന്ന്. എനിക്ക് സങ്കടമില്ല. പപ്പ വിഷമത്തോടല്ല പോയത്, എല്ലാവരും സ്നേഹം കിട്ടിയിട്ടാ പോയത്. പപ്പയുടെ ഏറ്റവും വലിയ ആഗ്രഹം പപ്പയുടെ അമ്മയുടെ ആങ്ങളെ ഒന്നും കാണണം എനിക്ക് മുമ്പ്. പക്ഷെ അങ്കിള് വന്ന് എനിക്കറിയത്തില്ല അങ്കിളിന് വയ്യാഞ്ഞിട്ട് അങ്കിളിന് വരാൻ പറ്റുമെന്ന്. അങ്കിളിന് അച്ചയ്ക്ക് പോലെ വന്ന് 1 മാസം മുമ്പ് പപ്പയെ ഒന്ന് കാണാന്ന് പറഞ്ഞു ജൂൺ 2. പക്ഷെ പപ്പയ്ക്ക് അന്നേരം അങ്കിളിന് വയ്യുണ്ടായിട്ട് വരുമെന്ന് അറിയില്ല. പക്ഷെ പപ്പ അങ്കിള് വന്ന് പോയ അപ്പൊ തന്നെ കുറച്ച് മണിക്കൂറിന് ശേഷം പപ്പ മരിച്ചു. ഞങ്ങളെ വീട്ടിൽ പോയി. പപ്പ ഹാപ്പി ആയിട്ടാ പോയെന്ന് എനിക്കറിയാം. വിഷമില്ല. പിന്നെ എൻ്റെ ആങ്ങളെ
വൈഫ് അഞ്ചും അടുത്ത് തന്നെ എപ്പോഴും ഉണ്ടായിരുന്നു. അവൾ അരികെ ഉണ്ടായിരുന്നു. എന്നേക്കാൾ കൂടുതൽ, പക്ഷേ ഞാൻ ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ അവൾ തന്നെയായിരുന്നു അവിടെ വേണ്ടിയിരുന്ന. അവൾ ചെയ്തു നന്നായി, എന്നേക്കാൾ ഉപരി എനിക്ക് ഉറപ്പാണ് അത്. അവസാന നിമിഷം ശ്വാസം എടുത്തതുപോലും അവളെ അരികെ ഉണ്ടായിരുന്നു, ഇങ്ങോട്ടും മാറാതെ. സന്തോഷമുണ്ട്, അവരുണ്ടായിരുന്നു. എൻ്റെ പപ്പ ഹാപ്പിയാണ്. സങ്കടങ്ങളില്ലാതാണ് പപ്പ പോയത്, എനിക്ക് ഉറപ്പാണ്. എനിക്ക് പ്രതീക്ഷയുണ്ട് എൻ്റെ പപ്പേനെയും കാണാന്ന്. അടുത്തതായിട്ട് യൂളോജി ഫിലിപ്പ് പോസ് ഫിലിപ്പ്. ദൈവത്തിന് മഹത്വം. സാങ്കുട്ടി എൻ്റെ മൂന്നാമത്തെ സഹോദരൻ, ഭർത്താവാണ്. നല്ലൊരു സ്വഭാവത്തിൻ്റെ ഉടമയായിരുന്നു. ആദ്യമായിട്ടൊരു പ്രശ്നങ്ങളുള്ളതായിട്ട് അറിയാത്തോടുകൂടെ കേസ് കാണുന്ന സമയത്തൊക്കെ ശിക്ഷകൾ എല്ലാ കാര്യങ്ങളിലും ഇടപെടുകയും ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. കുടുംബത്തിൻ്റെ കാര്യങ്ങളും ഉത്തരവാദിത്തത്തോടെ ചെയ്ത് കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ, പഠിത്ത കാര്യങ്ങളെല്ലാം വളരെ ശ്രദ്ധയോടുകൂടെ കുടുംബത്തിലെ കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് ഒരു വ്യക്തിയായിരുന്നു. എനിക്ക് ഉറപ്പായിട്ട് പറയാനായിട്ട് കഴിയും. അതുപോലെ മറ്റുള്ളവരെ സഹായിക്കുന്നതിൽ താൻ ആർക്കൊരാവശ്യമുണ്ടോ അവിടെ പോയി കടന്നു ചെന്ന് അവരുടെ ആവശ്യങ്ങൾ കൂട്ടാളിയാകുകയും അവരുടെ ആവശ്യം അത് ചെയ്തു കൊടുക്കുന്ന ഒരു നല്ലൊരു സ്വഭാവം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു വിധത്തിലൊരു കുറ്റമായിട്ട് പറയാനായിട്ടില്ല, ദോഷമായിട്ട് ഒന്നും ചിന്തിക്കുവാനായിട്ടില്ല. ഞങ്ങളുടെ കുടുംബത്തിന് വളരെ സന്തോഷമായിരുന്നു. ബൈബിളിൽ പറയുന്ന പോലെ കർത്താവിൻ്റെ മേഘപ്രതിഷ്ഠയിലെ അവൻ്റെ ദൂതന്മാരെ അയച്ച് തന്റെ അതിൻ്റെ ദൂതന്മാരെ ഭൂമിയുടെ അറുതി മുതൽ ആകാശത്തിൻ്റെ അറുതി വരെയും 4 ദിക്കിൽ കൂട്ടിച്ചേർക്കും. ആ കൂട്ടത്തിൽ സാങ്കുട്ടിയെയും വീണ്ടും കാണാമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. ഈ വാക്കുകളെ ദൈവം നമ്മളെ സഹായിക്കുമാറാണ്. അടുത്തതായിട്ട് റിഫ്ലക്ഷനുള്ള സമയം പാസ്റ്റർ ഡോക്ടർ VT ശ്യാമൽ അവർക്ക് കൊടുക്കുന്നു. അദ്ദേഹം അല്പസമയം എടുക്കുന്നതായിരിക്കും. ദുഃഖാർത്തരായിരിക്കുന്ന നമ്മ പ്രിയ മക്കൾ, കൊച്ചുമക്കൾ, മറ്റ് സ്നേഹിതർ, സഭാപ്രതിനിധികൾ, ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുവാനായി നിങ്ങൾ എല്ലാവരും വന്നെത്തിയതിൽ സന്തോഷം. എല്ലാവരും ദുഃഖാർത്തരായിട്ടിരിക്കുകയാണ്. എനിക്ക് മലയാളത്തിൽ പറയുവാൻ ഈ സമയത്ത് അല്പം പ്രയാസമുള്ളതുകൊണ്ട് ഇംഗ്ലീഷിൽ ആണ് എൻ്റെ റിഫ്ലക്ഷൻസ് പറയാൻ പോകുന്നത്. We are gathered here to celebrate the home-going of our dear nephew, just my nephew,
her husband, children's father, and the grandchildren's grandfather. I have known him since his birth. He is the fourth child, not the fourth son. The first two of children of my sister were boys. The third one is a girl, and fourth one is Samkutty. Then he has two more sisters. The youngest one, Selin, died 2 years ago. So this is the family background. He had a normal childhood, and you know that when you grow up in a family of 7, I'm also from a family of 7, you know there is, from the very beginning, their character would develop. He was a normal person. When I wrote it, the eulogy, the biography, said he was soft-spoken. That's my word. So the normal growth, normal behavior, normal learning from Sunday school, church worship, and normal interaction with his high school life. All this is familiar to me. And he had the respect for his parents, his elder brothers, and me and my sisters and two brothers. When you read the second page of the program in this file here, it will give you an outline of his life and the milestones he has gone through. First one, he comes from a large family. He had a high school education, worked outside India and inside Kerala. Had some grudging and struggles from his other family members, siblings, that is normal. In spite of the adversities, he grew up as a young man, strong in faith, strong in character. And it was, we were fortunate to attend his wedding after we returned from the States in 1985. As a responsible father, he was successful in seeing that his grown-up children, Sylvia and children, got married and was able to enjoy his 3 children. These are the positive things that we should remember and praise the Lord. It was not easy to battle his illness during the last 4 years. It was a real struggle. When I called him, he said, over the years, my back is hurting. I'm taking injections, I'm taking medications. I cannot lift weight. All these things were part of his daily routine. And only very recently, within the last 6 months, that it was identified as cancer, and Sylvia was in constant
communication with me. And also, when he was in the hospital, I spoke to him through Skype. And I realized that he is in pain and he was crying. That was our last physical live contact with Samkutty. My delay in visiting him due to my heart issues, as Sylvia has told, I believe that he waited for me. We came from Dallas on Wednesday, 6 p.m., directly went to his home, spent 3 hours, and the first sight I knew, he was gasping, he is gone. He is going to be gone soon. I put my hand on his neck, forehead. It was warm. I picked up his left hand. It was warm, but he was gasping seriously. We went to prepare for the night after 9 o'clock. Then at little after 12:05, Sylvia called me from Kerala. And I was informed that he was dead. So it was expected for those who cared for him, those who prayed for him, and those who have learned of the seriousness of the illness. But he was a man of faith. He struggled with his life. He carried out his duties, responsibilities, and he is resting now with the Lord. John 14, chapter 14, verse 1 through 7, it has been read by someone else before. Everybody knows that. That is our hope. That is our faith. That is our conviction. Your heart must not be troubled. Believe in God. Believe also in me. In my Father's house are many dwelling places. If not, I would have told you. I am going away to prepare a place for you. I will come back and receive you to myself, so that where I am, you may be also. You know the way I am going. So he has come back. Our good Lord has come back last Wednesday night, 12 o'clock, and received him to himself. Humanly speaking, we have grief in our heart, and those who are grieving do not contain it. Grieve it as much as you can possible, so that you may become whole later on, spiritually, physically, and mentally. So he is in a good place. The remains are here. We have a few more minutes, maybe 2 hours more before we cover his body in the graveyard. But all of us are going to the same place, because our Lord has promised that you may be with where you will be coming to me where I am, in my language. Then in 1 Corinthians 13, everybody knows that. I wish everybody would read that whole chapter every day and practice the contents of that in our daily life. Now these three remain: faith,
hope, and love. But the greatest of this is love. Our love for Samkutty will continue to be forever. Love we have cherished in our hearts will remain until and after that we see one another again with the Lord in the heaven. I'm somewhat bereaved, but I have to mention Babu. He is a sport. It's a secret that he is the one who completed the papers for his wife, his sister, and the family to come over here. And should be thankful to him. I'm thankful to God because I was there 12 years ago in 2006. After my retirement, I was teaching in another college. I was there, and one day he brought a piece of paper from the consulate saying that if you want to complete your application, do it within 7 days. Because the first information he got never reached him. I don't know what happened, but at the right time, before his time expired, I was able to help him complete the papers, go to Madras, and get. That was only my helping, besides the usual things that family people do. I'm thankful to God that this family was able to migrate to this country. He hadn't traveled too much, but he has once come to Dallas, but he has gone back twice or 3 times to see her mother, his mother, and attend the weddings of his children. He loved his mother. He loved his mother because the father was gone early in his childhood. Having said all these things, the time has come to say my condolences on behalf of the Valiavital family, V.T. Abraham, my next brother, V.T. Jacob, who is right over here, and Sarah Varghese, my sister who is in Dallas, and my 4 other nephews and nieces in Dallas. I convey our condolences and prayers to the grieving family. May the Lord bless us in His grace, renew our faith, continue to live a life worthy of living, and continue to say and live in faith, hope, and love. Of these things, love is the greatest. God's love is the greatest, and we have received the greatest gift. May the peace of God, may the peace of Christ, may the peace of the Holy Spirit continue to abide in us, with us, as we continue to the funeral service. That Korachan has come, so I yield the pulpit to him. Thank you. Before the Father comes, I just want to invite Pastor Benjamin. Please come forward and take a few minutes.
തിരക്കേറിയ ഈ പട്ടണത്തിൽ ഇന്ന് അല്പം സമയം വേർതിരിച്ച് നമ്മളെല്ലാവരും കടന്നു വന്നു. പ്രിയാച്ചൻ ഇപ്പോൾ കടന്നു വന്നു. ഞാൻ വന്നിട്ടൊരു അരമണിക്കൂറായി കാണും. ഒരു ട്രിപ്ലറ്റ്സിൻ്റെ ഡെഡിക്കേഷൻ ശുശ്രൂഷ പകുതിയാക്കി വെച്ചിട്ടാണ് വന്നത്. സർവീസ് അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് അവിടെ ഇരിക്കുന്നു. പകുതി പേര് അവിടെയുണ്ട്, പകുതി ഇവിടെയുണ്ട്. പ്രിയ സാങ്കുട്ടിച്ചാനെ നമുക്കെല്ലാവർക്കും അറിയാവുന്നതുകൊണ്ടാണ് നമ്മളോട് വന്നിരിക്കുന്നത്. എനിക്ക് നന്നായിട്ട് അറിയാം. നാളുകൾക്ക് പരിചയമുണ്ട്. രോഗത്തിൻ്റെ അവസ്ഥകളിൽ മിക്കവാറും കൂടെ ഉണ്ടായിരുന്നു. ഹോസ്പിറ്റലിൽ മിക്കവാറും പോയി കാണുമായിരുന്നു. ചിലപ്പോൾ ഉറങ്ങുന്നത് കാണും. അതുകൊണ്ട് ശല്യം ചെയ്യാതെ പ്രാർത്ഥിച്ചു പോരും. ബുധനാഴ്ച വൈകിട്ട് 10 മണിക്ക് 9:45 ചെന്നു. എനിക്കറിയാൻ പോകുമെന്ന്. പക്ഷെ ഞാനൊന്ന് പ്രാർത്ഥിച്ചു, സിൽവിയ വരുന്നത് വരെ എങ്കിലും ഒന്ന് ഹോൾഡ് ചെയ്യാൻ. ആ പ്രാർത്ഥന ദൈവം കേട്ടില്ല. പക്ഷെ അതിന് കാരണമുണ്ടായിരുന്നു. ചെയ്യേണ്ടതെല്ലാം സിൽവിയ ചെയ്തിട്ടാണ് പോയത്. ഷെബിൻ്റെയും ആൻജുവിൻ്റെയും സമയമായിരുന്നത്. എല്ലാം ചെയ്തു. ചെയ്യേണ്ടത് മുഴുവൻ ഒരു ചിൽഡ്രൻ എന്നുള്ള കുഞ്ഞുങ്ങൾ എന്നുള്ള നിലയിൽ അവർ ചെയ്തു. ദുഃഖമുണ്ടെന്നറിയാം അമ്മാമയ്ക്ക്, ശരിക്കും ദുഃഖമുണ്ട്. സിൽവിയ ഇവിടെ വന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞല്ലോ ഒന്ന് വന്നിട്ട് ആഗ്രഹിച്ചു. എന്നാൽ God does everything perfect at his time. That's what Bible says. എല്ലാം മനോഹരമായിട്ട് ചെയ്യുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ഡയഗ്നോസ് ചെയ്തിട്ട് കൂടി വന്നാൽ 6 മാസമായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടായിരിക്കാം. ഇത്രയും പെട്ടെന്ന് പോകുമോ എന്ന് ചോദിച്ചാൽ അതിനപ്പുറം ഒന്നൊരു സൗഖ്യമായത് കണ്ടിട്ടുണ്ട്. എന്നാൽ സാങ്കുട്ടിച്ചാനെ സംബന്ധിച്ചായിരുന്നു ദൈവത്തിൻ്റെ ഹിതം. ചോദിക്കുവാൻ ഒന്നുമില്ല. ഇനിയും ഒരു ശുശ്രൂഷ തനിക്ക് വേണ്ടി ചെയ്യേണ്ട ആവശ്യമില്ല. നല്ലൊരു ഹോം ഗോയിങ് സർവീസ് നമുക്ക് കൊടുക്കുവാൻ കഴിയും. അതുകൊണ്ടാണ് നാം അവിടെ ആയിരിക്കുന്നത്. ദൈവജനം ഒരുമിച്ച് ചെയ്യുന്ന പകൽക്കാലം കടന്നു വന്ന് കർത്താവിന് ദാസൻ പ്രിയ സാങ്കുട്ടിയെ ഇനിയും നിത്യതകൾ കാണാം. ഞാൻ സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദം കേട്ടത്, എഴുതുക, ഇന്ന് മുതൽ കർത്താവിൽ മരിക്കുന്ന വൃതന്മാർ ഭാഗ്യവാന്മാർ, അവർ തങ്ങളുടെ പ്രയത്നത്തിൽ നിന്ന് വിശ്രമിക്കേണ്ടതാകുന്നു. എല്ലാവരും വിശ്രമിക്കുവാൻ തക്കവണ്ണം പോകേണ്ടി വരും. കർത്താവിന്റെ വരവ് താമസിച്ചാൽ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും മരിക്കും. ഞാനും മരിക്കും, നീയും മരിക്കും. നിങ്ങൾക്ക് അറിയാവുന്ന സ്റ്റോറി ആയിരിക്കും. 1888 Ludwig Nobel died. തന്നെ മരിച്ചു. അത് കഴിഞ്ഞപ്പോൾ ഫ്രഞ്ച് ന്യൂസ് പേപ്പർ പെട്ടെന്ന് തന്റെ സഹോദരൻ ആണ് മരിച്ചത്, ആൽഫ്രഡ് നോബൽ ആണ് മരിച്ചത് എന്നുള്ള തെറ്റിദ്ധാരണയിൽ ആൽഫ്രഡ് നോബൽ ആണ് കണ്ടുപിടിച്ചത്. തന്റെ ഡൈനമൈറ്റ്സ് കൊണ്ട് ബോംബുകളും ഡിസ്ട്രക്ഷൻസും നടന്നുകൊണ്ടിരിക്കുന്നു. അനേക ഇൻവെൻഷൻ ചെയ്ത വ്യക്തിയാണ്. അപ്പോൾ ഫ്രഞ്ച് ന്യൂസ് പേപ്പർ അന്നത്തെ പത്രത്തിൽ കൊടുത്തു, ആൽഫ്രഡ് നോബൽ മരിച്ചു. എന്നിട്ട് തന്നെ കുറിച്ച് എഴുതി വെച്ചു, ബോംബുണ്ടാക്കുന്നവൻ അല്ലെങ്കിൽ ഡൈനമിറ്റ് ഉണ്ടാക്കി ജനത്തിന് നഷ്ടമുണ്ടാക്കിയവൻ, നാശമുണ്ടാക്കിയവൻ മരിച്ചു. അന്ന് രാവിലെ ആൽഫ്രഡ് നോബൽ ഉണർന്ന് പത്രം തുറന്നപ്പോൾ കണ്ടത് താൻ മരിച്ചു എന്നുള്ള ന്യൂസ് പേപ്പറിലുള്ള ആർട്ടിക്കിളാണ്. താൻ പറഞ്ഞു, എനിക്ക് ദൈവം ഒരു അവസരം തന്നിരിക്കുന്നു. ഞാൻ മരിക്കുമ്പോൾ ഇങ്ങനെ എഴുതാൻ പാടില്ല. അതുകൊണ്ട് താൻ ചെയ്തത് എന്തെന്നറിഞ്ഞാവോ? തൻ്റെ സ്വത്ത് മുഴുവൻ എഴുതി വെച്ചു.
ദൈവത്തിന്റെ പൈതലെ, ഇന്ന് പകൽക്കാലം പ്രിയ സാംകുട്ടി മരിച്ചു, തന്റെ അവസാന ശുശ്രൂഷയോട് ചേർന്ന് നാം ആയിരിക്കുന്നു. എന്നാൽ നമുക്ക് ദൈവം ഒരു രണ്ടാമതൊരു അവസരം നൽകിയിരിക്കുകയാണ്. ഇന്ന് ഞാൻ മരിച്ചാൽ, നീ മരിച്ചാൽ എവിടെയായിരിക്കും? അത് തീരുമാനമെടുത്ത് കർത്താവിന്റെ സന്നിധി ദൈവഭയത്തോടെ ജീവിക്കുവാൻ തക്കവണ്ണം, ദൈവ സ്നേഹത്തോടെ ജീവിക്കുവാൻ തക്കവണ്ണം ദൈവകരങ്ങളിൽ നമുക്ക് ഏൽപ്പിക്കാം. ദൈവസഭയുടെയും ശുശ്രൂഷകന്മാരുടെയും കുടുംബങ്ങളുടെയും ദുഃഖം നിങ്ങളെ അറിയിക്കുന്നു. ഓഫീസിൽ പറയേണ്ട ആവശ്യമില്ലെന്ന് എനിക്കറിയാം. വളരെ ക്ലോസ് ടു യു. നിങ്ങൾ ദൈവം പ്രിയ മാമയ്ക്കും ശിൽവിയയ്ക്കും ഷെബിന്റെ കുടുംബത്തിനും ആശ്വാസം പകരട്ടെ. കർത്താവ് കൂടെയുണ്ട്. ദൈവസമാധാനം നൽകും. കർത്താവ് വചനങ്ങൾ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. തുടർന്നുള്ള ശുശ്രൂഷകൾ നിർവഹിക്കുന്നതിനായി സമയം അതിക്രമിച്ചാണല്ലോ, നമുക്ക് ശുശ്രൂഷ ആരംഭിക്കാം. സ്റ്റാൻഡ് സർവീസസ് ഇൻ മലയാളം. ശുശ്രൂഷക്രമത്തിൽ 235 പേജ് 235. ശോഭയേറും നാടും ഉണ്ടാത് കാണാമേ ദൂരെ വിശ്വാസത്താ താതൻ വാസം നാമോക്കൊരുക്കി നിൽക്കുന്നു പ്രതീക്ഷിച്ചക്കരെ വേഗം നാം ചേർന്നിടും ഭംഗിയേറിയ ആ തീരത്ത് വേഗം നാം ചേർന്നിടും ഭംഗിയേറിയ ആ തീരത്ത് നാമശോഭന നാട്ടിൽ പാടും വാഴ്ത്തപ്പെട്ടോരുടെ സംഗീത ഖേദം രോദനമങ്ങില്ലല്ലോ നിത്യ സൗഭാഗ്യമായ തീരത്ത് വേഗം നാം ചേർന്നിടും ഭംഗിയേറിയ പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. അതിമുന്നേക്കും തന്നെ ആകാശവും ഭൂമിയും തന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ബലവാനാം ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ഉന്നതങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെടുന്ന തമ്പുരാനെ ദൈവമേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാതെ ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യാം. ജീവന്റെയും മരണത്തിന്റെയും മേലധികാരമുള്ള ദൈവമായ കർത്താവേ, കൽപ്പന ലംഘനം മൂലം പാപത്തിനും മരണത്തിനും നിന്റെ ഏകജാതനായ പുത്രൻ മുഖാന്തരം വീണ്ടെടുക്കുകയും പാപത്തിന്മേലും മരണത്തിന്മേലും ഞങ്ങൾക്ക് ജയം നൽകുകയും ചെയ്തിരിക്കുന്നതിനാൽ നിന്നെ ഞങ്ങൾ സ്തുതിക്കുകയും വാഴ്ത്തുകയും വന്ദിക്കുകയും ചെയ്യുന്നു. കർത്താവേ, തിരുവിഷ്ടപ്രകാരം ഈ താൽക്കാലിക ജീവിതത്തിൽ നിന്ന് വേർപെട്ട് ഈ ലോകത്തിൽ നിന്ന് വാങ്ങിപ്പോയിരിക്കുന്ന ഈ ദാസന്റെ ശവസംസ്കാര ശുശ്രൂഷയുടെ ഈ സമയത്ത് പിതാവും പുത്രനും പരിശുദ്ധമായ ദൈവമേ, ഈ ആയുസിന്റെ അനിത്യതയെ കുറിച്ചുള്ള ബോധത്തോടും വരുവാനിരിക്കുന്ന നിത്യായുസിനെ കുറിച്ചുള്ള കാത്തിരിപ്പോടും ഞങ്ങൾ ജീവിച്ച് ഭാഗ്യമുള്ള അവസാനത്തിനും സമാധാനമുള്ള പുറപ്പാടിനും യോഗ്യരായി തീരുവാൻ ഞങ്ങൾക്ക് കൃപ നൽകുകയും ചെയ്യണമേ. ആയതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ.
മന്മയനായ ആദാമിൻ മക്കൾക്കു പുനരുദ്ധാനം വാഗ്ദാനം തൻ കൃപയാലേ ചെയ്തവനാം മശിഹാനാഥ. ജീവനുള്ള നിൻ മരണത്തെ ഞങ്ങൾ വന്ദിച്ചിടുന്നു, നിന്റെ പുനരുദ്ധാനത്തെ ഞങ്ങൾ സ്തുതിക്കുകയും ചെയ്യുന്നു. ഓരോ പ്രവൃത്തിക്കൊത്തതുപോ പകരം നൽകും അന്യായങ്ങളെ കഴുകണമേ. നിൻ മഹിമയ്ക്കു ചേരുന്ന വെണ്ണിലയങ്കി അടിയാരെ ധരിപ്പിക്കണമേ എന്നേക്കും. ന്യായ സൈന്യവുമായി ഉദിക്കുമ്പോൾ കുഞ്ഞാടിന്റെ മുൻപാകെ നിന്നീടുമേ. തൃത്വരഹസ്യങ്ങൾക്കെന്നും സ്തുതിയും വന്ദനവും പുകഴും. കൃപയുള്ളവനുമായ ദൈവമേ, നിന്നിൽ ഞങ്ങൾ അഭയം പ്രാപിച്ച് ഞങ്ങൾക്ക് നിന്റെ വിശുദ്ധ സഭയുടെ സന്താനങ്ങളായ സകലർക്കും വേണ്ടി നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. സകല അശുദ്ധിയിൽ നിന്നും ഞങ്ങൾ വെടിപ്പുള്ളവരായി തീരുവാനും പിതാവും പുത്രനും പരിശുദ്ധ ദൈവമേ, നിന്റെ തിരുസന്നിധിയിലുള്ള കുറ്റമറ്റ നിലയ്ക്കും നിന്റെ രാജ്യത്തിലെ നിത്യസന്തോഷത്തിനും ഞങ്ങൾ യോഗ്യരായി തീരുവാൻ ഞങ്ങൾക്ക് കൃപ നൽകുമാറാകണമേ. ആമേൻ. നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും അപേക്ഷിക്കണം. അനുഗ്രഹിക്കുന്നവനായ കർത്താവേ, ഞങ്ങളെ സഹായിക്കണം. സ്തുതിയും സ്തോത്രവും തേജസ്സും പുകഴ്ചയും മാഞ്ഞു പോകാത്ത മഹിമയും എല്ലായ്പ്പോഴും നിരന്തരം കരയേറ്റുവാൻ ഞങ്ങൾ യോഗ്യതയുള്ളവരായി തീരണമേ. സ്വഭാവപ്രകാരം ജീവനുള്ളവനും ജീവൻ നൽകുന്നവനും മരിച്ചവരുടെ പ്രത്യാശയും പൊടിയിൽ നിദ്ര പ്രാപിക്കുന്നവരെ ഉയർത്തുന്നേൽപ്പിച്ച് അവർക്ക് സന്തോഷത്തെ പ്രദാനം ചെയ്യുന്നവനും അന്ധകാരത്തെ പ്രകാശിപ്പിക്കുന്ന രശ്മിയും മരണത്തെ കൊന്നവനും പാതാളത്തെ ജയിച്ചവനും തന്റെ സൃഷ്ടിയെ പുതുതാക്കുന്നവനുമായ മശിഹാ തമ്പുരാന് തന്റെ ദാസന്റെ ശവസംസ്കാര ശുശ്രൂഷയുടെ നേരത്തും നമ്മുടെ ആയുസ്സിന്റെ എല്ലാ ദിവസങ്ങളിലും സ്തുതിയും ബഹുമാനവും വന്ദനവും യോഗ്യവുമായിരിക്കുന്നു. ദൈവമായ കർത്താവേ, ഇല്ലായ്മയിൽ നിന്ന് സകലത്തെ നിർമ്മിച്ച് ഉണ്മയിലേക്ക് നീ വരുത്തി. നീ മനുഷ്യനെ സൃഷ്ടിച്ചു, രാജകീയമായ അവസ്ഥ കൊണ്ട് അവനെ ശ്രേഷ്ഠനാക്കി. നല്ലതിനെ തിരഞ്ഞെടുക്കുന്നതിനും ദോഷമായുള്ളതിനെ ത്യജിക്കുന്നതിനുമുള്ള സ്വാതന്ത്ര്യവും സ്വയാധികാരവും നീ അവന് കൊടുത്തു. വഞ്ചകനായവൻ മൂലം അവൻ കൽപ്പനകൾ ലംഘനത്തിലാകപ്പെട്ടു. അവൻ മണ്ണായിരുന്ന പ്രകാരം മണ്ണിലേക്ക് തിരികെ ചേരുമെന്നുള്ള വിധി അവൻ സമ്പാദിക്കുകയും ചെയ്തു. കരുണകളുടെ പിതാവും സകല ആശ്വാസത്തിന്റെയും ദൈവമേ, അവനെ വഴിതെറ്റിയവനായ ശേഷം തള്ളിക്കളയാതെ സർവ്വലോകത്തിന്റെയും പരമവൈദ്യനായി നിന്റെ ഏകപുത്രനെ നീ ഏൽപ്പിച്ച അവന്റെ മഹത്വമുള്ള മരണം കൊണ്ട് മനുഷ്യനെ രക്ഷിക്കുകയും ചെയ്തു. കാരുണ്യവാനായ കർത്താവേ, ദുഃഖം നിറഞ്ഞ ആയുസ്സിൽ നിന്നും ഐശ്വര്യമുള്ളതും നിലനിൽക്കുന്നതുമായ ലോകത്തിലേക്ക് വാങ്ങിപ്പോയിരിക്കുന്ന ഞങ്ങളുടെ ഈ ദാസന്റെ ശവസംസ്കാര ശുശ്രൂഷയുടെ നേരത്ത് ഞങ്ങൾ കഴിക്കുന്ന പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊള്ളണമെന്ന് നിന്നോട് ഞങ്ങൾ യാചിച്ചുകൊള്ളുന്നു. ദൈവമായ കർത്താവേ, നിന്റെ ഏകജാതനായ പുത്രൻ രണ്ടാമത് എഴുന്നള്ളി പ്രത്യക്ഷനാകുകയും നല്ലവരുടെയും ദുഷ്ടരുടെയും പ്രവൃത്തികൾക്ക് തക്കവണ്ണം പ്രതികാരം ചെയ്യുകയും ബുദ്ധിയോടെ അധ്വാനിച്ച വേലക്കാർക്ക് രാജ്യാവകാശമാക്കി കൊടുക്കുകയും ദുഷ്ടന്മാർ പ്രകാശമില്ലാത്ത അന്ധകാരത്തിലേക്ക് തള്ളപ്പെടുകയും ശുദ്ധിമാന്മാർ പ്രകാശത്തിന്റെ കൂടാരങ്ങൾ ചേർത്ത് കൊള്ളപ്പെടുകയും കർത്താവേ, നീ നീതിയുള്ളവനെന്നും നിന്റെ വിധികൾ എത്രയും സത്യമുള്ളവയെന്നും ഇരുഭാഗക്കാരും ഉച്ചത്തിൽ വിളിച്ചു പറയുമ്പോൾ തിരുനാമത്തിൽ മാമോദീസയേറ്റവനും ദൈവികമായ ശുശ്രൂഷയിൽ സംബന്ധിച്ചവനും നിന്റെ ഏകപുത്രന്റെ ക്രൂശാരോഹണത്തിൽ ആശ്രയിച്ചവനുമായി ദാസൻ ആഴമുള്ള പാതാളത്തിൽ കൈവിടപ്പെടുകയില്ലെന്നും കെട്ടുപോകാത്ത അഗ്നിജ്വാലയിൽ വേദനപ്പെടുകയില്ലെന്നും നിന്റെ മുഖപ്രകാശം കൊണ്ട് സന്തോഷിക്കുകയും നിന്റെ പരിശുദ്ധന്മാരുടെ കൂട്ടത്തിൽ ചേരുകയും നിന്റെ സേവയുടെ പന്തിയിൽ എണ്ണപ്പെടുകയും പരമഭാഗ്യങ്ങൾ അവകാശമായി അനുഭവിക്കുകയും ചെയ്യും എന്നുള്ള പ്രത്യാശയോടെ ഈ ദാസന്റെ വേർപാടിൽ ആശ്വസിക്കുകയും തമ്മിൽ ആശ്വസിക്കുകയും ഭാഗ്യകരവും മഹത്വരമായ പ്രത്യാശയ്ക്കായി നിന്നെ ഞങ്ങൾ വാഴ്ത്തുകയും ചെയ്യുന്നു. കർത്താവേ, എത്തുമ്പോൾ ഈ ലോകത്തിൽ നിന്നുള്ള നിന്റെ സിംഹാസനത്തിന് മുൻപാകെയുള്ള എല്ലാവരെയും ഓർത്തുകൊള്ളണമേ. നിന്റെ പരിശുദ്ധന്മാരുടെ കൂട്ടത്തിൽ നിനക്ക് നിന്റെ ഏകപുത്രനും പരിശുദ്ധ സ്തുതിയും സ്തോത്രവും ഞങ്ങൾ കരയേറ്റുവാൻ
അർഹരായി തീരുകയും ചെയ്യണമേ. ഉയർപ്പും ജീവനും താനായിരിക്കുന്നവനും തന്നിൽ വിശ്വസിച്ചവർ മരിച്ചാലും ജീവിക്കുമെന്നും ജീവിച്ചിരുന്ന് തന്നിൽ വിശ്വസിക്കുന്ന ഓരോരുത്തരും ഒരു നാളും മരിക്കില്ലെന്നും അരുളി ചെയ്തിരിക്കുന്ന ഞങ്ങൾ കർത്താവായ യേശുമിശിഹായുടെ പിതാവായ ദൈവമേ, നിന്നിലുള്ള വിശ്വാസത്തിലും ഭയഭക്തിയിലും ഈ ആഴ്ചയെ വിട്ടുപിരിഞ്ഞവരായ നിന്റെ ദാസിദാസന്മാരായ എല്ലാവർക്കും വേണ്ടി നിന്റെ പരിശുദ്ധ തിരുനാമത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. കർത്താവേ, അവരോടുകൂടെ ഞങ്ങളും നിന്റെ സ്വർഗരാജ്യത്തിന്റെ അനുഭവക്കാരായി തീരത്തക്കവണ്ണം അവരുടെ നല്ല ദൃഷ്ടാന്തത്തെ പിന്തുടരുന്നതിന് ഞങ്ങൾക്ക് കൃപ നൽകണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നിനക്കും നിന്റെ ഏകപുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരയേറ്റുവാൻ ഞങ്ങൾ യോഗ്യമുള്ളവരായി തീരുകയും ചെയ്യുമാറാകണമേ. ആമേൻ. ഓ മരിച്ചവരെ, പുനർജീവൻ അടുത്തല്ലോ. ദുഃഖിക്കേണ്ട ദേഹനാശത്തിങ്കൽ നിങ്ങളെ സൃഷ്ടിച്ചോ ദേഹത്തെ ഉയർപ്പിച്ച് പ്രവർത്തിക്കൊത്തപ്പോൾ നീതിയായി ഫലമേകും. മരിച്ചവരിടയിൽ നീ താഴ്ത്തപ്പെട്ടല്ലോ. പാതാളത്തിൽ നീ യാത്ര ചെയ്തല്ലോ. ആദാമിൻ സുതരെ നീ ഉയർപ്പിപ്പാനെത്തുമ്പോൾ നിന്നിൽ വിശ്വസിച്ചവരാ അടിയാരെ ഉയർപ്പിക്കാം. ക്രിസ്തു മരിച്ചിട്ട് ഉയർന്നേറ്റു എന്ന് പ്രസംഗിച്ചു വരുന്ന അവസ്ഥയ്ക്ക് മരിച്ച പുനരുത്ഥാനമില്ല എന്ന് നിങ്ങൾ ചില പറയുന്നത് എങ്ങനെ? മരിച്ചവരുടെ പുനരുത്ഥാനമില്ല എങ്കിൽ ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ല. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ല എങ്കിൽ നിങ്ങളുടെ പ്രസംഗം വ്യർത്ഥം, നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥം. മരിച്ചവർ ഉയർക്കുന്നില്ല എന്ന് വരികിൽ ദൈവം ഉയർപ്പിച്ചിട്ടില്ലാത്ത ക്രിസ്തുവിനെ ഉയർപ്പിച്ചു ദൈവത്തിന് വിരോധമായും സാക്ഷ്യം പറയുക ഞങ്ങൾ ദൈവത്തിന് കള്ളസാക്ഷികൾ എന്ന് വരും. മരിച്ചവർ ഉയർക്കുന്നില്ല എങ്കിൽ ക്രിസ്തു ഉയർത്തിട്ടില്ല. ക്രിസ്തു ഉയർത്തിട്ടില്ല എങ്കിൽ നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥമത്രേ. നിങ്ങൾ ഇന്നും നിങ്ങളുടെ പാപങ്ങളിലിരിക്കുന്നു. ക്രിസ്തുവിൽ നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി. എന്നേക്കും ഞങ്ങളുടെ ശരണമേ നിനക്ക് സ്തുതി. ഞങ്ങളുടെ പിതാവേ, നാം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ ഇഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിൽ വാങ്ങണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങൾ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും ദോഷം ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിലേക്ക് പ്രവേശിപ്പിക്കരുതേ. ഞങ്ങളെ ദോഷം നേട്ടിച്ചോളണമേ. എന്തുകൊണ്ടെന്നാൽ ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമീൻ. രണ്ടാം ഭാഗ ശുശ്രൂഷക്രമം നമ്മൾ ഇതിനോട് ചേർന്ന് ആരംഭിക്കുകയാണ്. മരണമുള്ളവരായ ഞങ്ങളെ പാപമരണത്തിൽ നിന്ന് വീണ്ടെടുപ്പാൻ നിന്റെ കൃപയാൽ ആദാമിനെയും അവന്റെ സന്താനങ്ങളെയും പാപമരണത്തിൽ നിന്ന് നീ വീണ്ടെടുത്തു. നിന്റെ കപടകത്താൽ പാതാളത്തിന്റെ സാക്ഷികളെ നീത്തുകയും ചെയ്തു. ഈ ലോകത്തിൽ നിന്ന് മരണം മൂലം നീ വിളിച്ച് വേർപെടുത്തിയിരിക്കുന്ന ഈ നിന്റെ ദാസന്റെ ശവസംസ്കാരത്തിന്റെ നീ എഴുന്നള്ളുകയും ഭൂതലത്തെ നീതിയോടെ നേടുമ്പോൾ നിന്റെ വലതു ഭാഗത്തെ മക്കളായ കുഞ്ഞാടുകളോട് ചേരുവാൻ ഞങ്ങളെയും യോഗ്യരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധമായ ദൈവമേ, സ്തുതിയും സ്തോത്രവും നിനക്ക് ഞങ്ങൾ പാടുകയും ചെയ്യുമാറാകണമേ. ആയതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. നാം എല്ലാവരും പ്രാർത്ഥിച്ച കർത്താവിനോട് അനുഗ്രഹങ്ങളും മേലുള്ളവർ ഭ്രമിക്കുകയും തന്റെ മഹത്വത്തിന്റെ വെളിപ്പാടെങ്കിൽ മാലാകമാർ വിസ്മയിക്കുകയും ചെയ്യത്തവണ്ണമുള്ള നീതിയുടെ സൂര്യനും തന്റെ തന്റെ ശക്തിയുള്ള ശബ്ദം കൊണ്ട് മരിച്ചവരെ എഴുന്നേൽപ്പിക്കുകയും തന്റെ തിരുവിഷ്ടത്തിന്റെ ആംഗ്യത്താൽ ഇന്നലെ പ്രാപിച്ചിരിക്കുന്നവരെ ഉണർത്തുകയും ചെയ്യുന്ന ജീവനുള്ളവനും ജീവനുള്ളവരുടെയും മരിച്ചവരുടെയും ന്യായാധിപതിയുമായിരിക്കുന്ന മിശിഹാ തമ്പുരാനും തന്റെ ദാസന്റെ ശവസംസ്കാര ശുശ്രൂഷ നടത്തുന്ന ഈ സമയത്തും നമ്മുടെ ആയുഷ്കാലം മുഴുവനും സ്തുതിയും ബഹുമാനവും വന്ദനവും യോഗ്യമായിരിക്കുന്നു. ആയതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. നിത്യമായ ദൈവത്തിന്റെ ശക്തിയും ജ്ഞാനവുമാകുന്ന മിശിഹായും സൃഷ്ടാവും ജീവദാതാവും ജീവനോടിരിക്കുന്ന നീതിമാന്മാരുടെയും വിശുദ്ധരുടെയും ദൈവവും
മണ്ണിൽ നിദ്ര പ്രാപിച്ചിരിക്കുന്നവരുടെ സാക്ഷാൽ പുനരുദ്ധാനവുമാകുന്നു. മഹത്വമുള്ള നിന്റെ പിതാവിന്റെയും സകലത്തിലും പരിശുദ്ധമായിരിക്കുന്ന നിന്റെ റുഹായുടെയും തിരുവിഷ്ടപ്രകാരം ഇല്ലായ്മയിൽ നിന്ന് നീ ഞങ്ങളെ ഉണ്മയിലെ ക്രിസ്തുവിന്റെ വശീകരണത്താൽ നാശത്തിലും ക്ഷയത്തിലും ഞങ്ങൾ വീണുപോയി. നിന്റെ കരുണയാൽ ഞങ്ങളുടെ വീണ്ടെടുപ്പിനെ കരുതി നിറഞ്ഞിരിക്കുന്നതിനുമായ കർത്താവേ, ഈ ചുരുങ്ങിയ ആയുസിനെ വിട്ടുപിരിഞ്ഞിരിക്കുന്ന നിന്റെ ദാസന്റെ സംസ്കാരത്തിന്റെ ഈ സമയത്ത് നിന്റെ ശുശ്രൂഷകരായ ഞങ്ങൾ വിനയത്തോടെ നുറങ്ങിയ ആത്മാവോടും കൂടെ കഴിക്കുന്ന ഈ ശുശ്രൂഷ കൈക്കൊള്ളണമേ. കർത്താവെ, അവസാന നാളിൽ ആത്മാവും ശരീരവും വേർതിരിപ്പാൻ പാടില്ലാതെ വണ്ണം ഒന്നായി ചേരുമ്പോൾ അന്ധകാരത്തിൽ നിന്ന് ഇവൻ രക്ഷ പ്രാപിക്കുകയും നിന്റെ പ്രകാശം കൊണ്ട് ഇവൻ പ്രകാശിക്കുകയും നിന്റെ വിശുദ്ധരുടെ ആനന്ദങ്ങളിൽ ഇവൻ ആനന്ദിക്കുകയും ഭാഗ്യകരമായ ഭവനങ്ങളിൽ ഇവൻ വസിക്കുകയും നിന്റെ സന്നിധിയിലെ നിത്യസന്തോഷത്തിൽ ഇവൻ പങ്കുകൊണ്ട് സന്തോഷിക്കുകയും ചെയ്യുമെന്ന് ഞങ്ങൾ ശരണപ്പെടുകയും പ്രത്യാശിക്കുകയും ചെയ്യുന്നു. ഞങ്ങളുടെ സത്യജ്ഞയിൽ നിന്ന് ഇവൻ രക്ഷ പ്രാപിക്കുകയും നിന്റെ രാജ്യത്തിന്റെ മേശയിൽ ഞങ്ങൾ പ്രത്യാശിക്കുന്നു. കാരുണ്യവാനായ കർത്താവേ, കൃപ നിറഞ്ഞ ദൈവമേ, പാപം കൂടാതെ ഞങ്ങളെ കാത്തുകൊള്ളണമേ. നിന്റെ കൃപയുടെ ചെറിയ കീഴിൽ ഞങ്ങളെ മറച്ച് ദുഃഖവും അതിവേദനയും ഇല്ലാത്ത ഇടമായ സന്തോഷങ്ങളുടെ വാസസ്ഥലത്തിലേക്ക് ഞങ്ങളെ അടുപ്പിക്കണമേ. കർത്താവേ, മുഖപ്രസാദത്തോടുകൂടി നിന്നെ എതിരേൽപ്പാനും ആദ്യന്തമില്ലാത്ത രാജ്യത്തിൽ നീതിജ്ഞരോടും വിശുദ്ധരോടും കൂടെ നിന്നെ സ്തുതിപ്പാൻ ഞങ്ങളെ ഇറങ്ങിറാക്കണമേ. നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധർക്കായും സ്തുതിയും സ്തോത്രവും ഞങ്ങൾ കരയേറ്റുന്നു. ആയതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. വിശ്വസിച്ചിടുവിൻ പാപികളെ രക്ഷിതാവിൽ ആശ്വാസം താനൊന്നൊഴികെ പരനില്ലെങ്ങുമേ. ഒറ്റവരെയും ഉണർവറ്റവരെയും മറ്റുള്ളവരെയും പോറ്റിക്കൊള്ളും താനോടിയവൻ പാടെ ചേർന്നിടുവിൻ. ഹല്ലേലൂയ, ഓ ഹല്ലേലൂയ. ഇമ്പമുള്ള തന്റെ പരിമളത്തിന്റെ ഐശ്വര്യവും കൊണ്ട് ഉന്നതത്തിന്മേലുള്ളവർക്കും അഗാധത്തിൽ താഴെയുള്ളവർക്കും കബറുകളിൽ മരിച്ചവർക്കും വെളിപൊരിവുള്ള ഇമ്പമുള്ള ധൂപവും സൗരഭ്യവാസനയുമായിരിക്കുന്ന കർത്താവേ, നിന്നിൽ വിശ്വസിക്കുകയും ആശ്രയിക്കുകയും ചെയ്യുന്ന നിന്റെ അടിയാരായ ഞങ്ങൾക്ക് ഉയർത്തുന്നേൽപ്പിനെ കുറിച്ചുള്ള പരിജ്ഞാനവും പാപപരിഹാരം കൊണ്ടുള്ള ആനന്ദവും നൽകുമാറാകണമേ. നിന്റെ ശ്രേഷ്ഠത ഉദിക്കുകയും നിന്റെ ദൈവത്വം വെളിപ്പെടുത്തുകയും ചെയ്യുന്ന ദിവസത്തിൽ നിന്റെ വലദ്ഭാഗത്തെ മക്കളായ കുഞ്ഞാടുകളോടുകൂടെ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരയേറ്റുവാൻ ഞങ്ങളെ യോഗ്യതയുള്ളവരാക്കി തീർക്കണമേ. ആമേൻ. നമ്മുടെ വഴിയാത്ര അടുത്തിരിക്കുന്നല്ലോ. ഭക്ഷ്യപദാർത്ഥങ്ങൾ നമുക്കായി കരുതിയിടാ. കുഞ്ഞാട്ടിനുടയ പാവന രക്തത്തിൽ നമ്മുടെ വസ്ത്രങ്ങൾ അലക്കി വെളുപ്പിക്കാം. നിന്തിരുവിഷ്ടം പോൽ മണ്ണാലെങ്ങളെ നീ മലഞ്ഞു നിന്നാജ്ഞ ലംഘിച്ചിയടിയാർ. പാപം ചെയ്തതിനാൽ എങ്ങനെ നരകത്തിൽ കൈവടിയരുതേ നീ കരുണാവാരിതിയേ. പാപം ചെയ്തിരിയാർ കുളവുള്ളവരായി അറിയുന്നതു ഞങ്ങൾ അലിവു നിറഞ്ഞോനേ. ദയവേറുന്നോൻ നീ നിന്നനുഗ്രഹത്തിനായി കാത്തിടും ഞങ്ങൾ കൃപ തോന്നിയിടണമേ. മണവാളൻ ഉദിക്കും നേരത്ത് ഒരുങ്ങിയിരിക്കുന്നോരാനന്ദിച്ചിടും. മഹത്വം നാഥനും ബഹുമതിനാഥനും വന്ദനവും സ്തുതിയും പരിശുദ്ധാരൂഹായിക്കും. കർത്താവേ, നിന്റെ കൽപ്പനയാൽ ഞങ്ങളുടെ ഇടയിൽ നിന്ന് വാങ്ങിപ്പോയിരിക്കുന്ന ഈ നിന്റെ ദാസനെ യാത്ര അയക്കുന്ന ഈ സമയത്ത് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഇവനെ കുറിച്ച് ദുഃഖിക്കുന്നവരായി ഞങ്ങളെയും പ്രത്യേകമായി ദാസന്റെ കുടുംബക്കാരെയും ചർച്ചക്കാരെയും നിന്റെ സമാധാനത്താൽ സമാധാനപ്പെടുത്തണമേ. കണ്ണു കണ്ടിട്ടില്ലാത്തതും ചെവി കേട്ടിട്ടില്ലാത്തതും
മനുഷ്യഹൃദയം ഗ്രഹിച്ചിട്ടില്ലാത്തതുമായി നിന്നെ സ്നേഹിക്കുന്നവർക്ക് നീ ഒരുക്കിയിരിക്കുന്ന മഹത്തായ ഭാഗ്യങ്ങൾക്ക് ഇവനും അവകാശിയാകുമെന്നുള്ള പ്രത്യാശയിന്മേൽ ഞങ്ങളെ ആശ്വസിക്കുമാറാകണമേ. എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വന്നകത്ത് പ്രവേശിച്ച് ലോകാരംഭത്തിനു മുമ്പേ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന രാജ്യാവകാശമായി അനുഭവിച്ചോളേൻ എന്നുള്ള സന്തോഷ ശബ്ദം കേൾപ്പാൻ ഞങ്ങളെല്ലാവരും യോഗ്യതയുള്ളവരായി തീരണമേ. ഇരുലോകങ്ങളിലും ഞങ്ങൾ നിനക്കുള്ളവരാകുന്നല്ലോ. ഇഹത്തിലും ഭാരത്തിലും നീ ഞങ്ങളെ അനുഗ്രഹിക്ക. ഞങ്ങളില്ലാതിരുന്നപ്പോൾ നീ ഞങ്ങളെ സൃഷ്ടിച്ചു നാഥ. ഞങ്ങളുണ്ടായിരുന്നപ്പോൾ നീ ഞങ്ങളെ അനുഗ്രഹിക്ക. ജീവിതത്തിൽ ഓരോരുത്തൻ ചെയ്തിട്ടുള്ള പ്രവർത്തിക്ക് തക്കവണ്ണം എല്ലാവരും പ്രതിഫലം നൽകുന്നവൻ. കർത്താവേ, നീ ആ നേരത്തിൽ ഞങ്ങളുടെ കുറ്റങ്ങളെ ഏതോമേ നീ ഓർത്തിടാതെ ഈ ഞങ്ങളെ അനുഗ്രഹിക്കാതിൽ നിറങ്ങി വന്ന് മരിക്കുകയും മരണത്തെ കൊല്ലുകയും ചെയ്ത ശക്തിയായ തനിക്ക് സ്തുതി. മരണ ദിവസം കയ്പുള്ള ദിവസമാകുന്നു. അത് കരച്ചിലിന്റെയും സങ്കടത്തിന്റെയും ദിവസമാകുന്നു. ഞങ്ങളെ ആശ്വസിപ്പിക്കണമേ. മരണ ദിവസമല്ല മനുഷ്യനും ഒരു പാനീയമാകുന്നു. എന്നാൽ അത് യൗവനപ്രായത്തിലായാൽ അധികം കയ്പും സങ്കടവും ഉള്ളതാകുന്നു. കർത്താവേ, ഞങ്ങളുടെ ആശ്വാസമായിരിക്കണമേ. സഹോദരൻ രക്ഷിക്കുന്നില്ല, സ്നേഹിതൻ സഹായിക്കുന്നുമില്ല എന്നുള്ള പ്രവാചകന്റെ പ്രവചനം പ്രവർത്തിയാൽ നിവൃത്തിയായി. കർത്താവേ, ഞങ്ങളെ സഹായിക്കണമേ. അവനവന്റെ മരിച്ചവരെ കുറിച്ച് ദുഃഖിക്കുന്നത് ന്യായമാകുന്നു. മരണമെല്ലാവരെയും പിരിച്ചുവിടുന്നതുകൊണ്ട് കരയുന്നത് യുക്തവുമാകുന്നു. കർത്താവേ, ഞങ്ങളെ ആശ്വസിപ്പിക്കണമേ. കർത്താവേ, മരിച്ചവർ നിന്നാൽ ജീവിക്കുകയും മൃതന്മാർ ഉയർന്നേൽക്കുകയും അവർ രാജ്യാവകാശമായി സ്തുതി പാടുകയും ചെയ്യുന്നതാകൊണ്ട് എല്ലാ നാവുകളിൽ നിന്നും നിനക്ക് സ്തുതി. കർത്താ വിളിക്കും ഞങ്ങൾ തുണയ്ക്കായി വരിക. പ്രാർത്ഥന കേട്ടടിയാരുടെ മേൽ ചെയ്യണമേ. മരണദുഃഖത്തിൽ നിന്നൊഴിയുന്നോനൊരുത്തനുമില്ല. ആയതിന്റെ അധികാരം വിട്ട് പോവാനുമില്ല. ഉത്തരമരുൾക അരുൾക ദേവ അനുഗ്രഹിക്ക. മർത്യർ ചിത്തം അനുതാപേ നീ വരുത്തിയിടണമേ. എന്നാൽ എന്റെ സഹോദരരെ, നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ള മനുഷ്യരെ പോലെ ദുഃഖിക്കാതിരിക്കണമെന്ന് നിങ്ങൾ അറിവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ യേശു മരിക്കുകയും ഉയർത്തുന്നേൽക്കുകയും ചെയ്തുവെന്ന് നാം വിശ്വസിക്കുന്നുവെങ്കിൽ ദൈവം യേശുവിൽ നിദ്ര കൊണ്ടവരെ അങ്ങനെ തന്നെ അവനോടുകൂടെ വരുത്തുന്നു. എന്നാൽ കർത്താവിന്റെ വരവിൽ ജീവനോടെ ശേഷിക്കുന്നവരായ നാം നിദ്ര കൊണ്ടിട്ടുള്ളവരെ മുൻപിടുകയില്ല എന്നുള്ള ഇതിനെ കർത്താവിന്റെ വചനത്താൽ ഞങ്ങൾ നിങ്ങളോട് പറയുന്നു. എന്തുകൊണ്ടെന്നാൽ കർത്താവ് തന്റെ കൽപ്പനയോടും പ്രധാനമന്ത്രിന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നു. മശിഹയിൽ മരിച്ചവർ മുമ്പേ ഉയർത്തുന്നേൽക്കുകയും ചെയ്യും. അപ്പോൾ ജീവനോടെ ശേഷിക്കുന്ന നാം ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ അവരോടുകൂടെ ഒരുമിച്ച് മേഘങ്ങൾ എടുത്തു കൊള്ളപ്പെടും. അങ്ങനെ നാം എപ്പോഴും കർത്താവിനോടുകൂടെ ഇരിക്കും. ആകയാൽ ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിക്കുന്നതായിരിക്കും. സഹോദരരെ, നാം അടക്കത്തോടും ഭയത്തോടും വണക്കത്തോടും ശ്രദ്ധിച്ച് നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ വിശുദ്ധ ഏവൻഗേലിയോനിലെ ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങളുടെ അറിയിപ്പിനെ കേൾക്കണം. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. ദൈവമായ കർത്താവിന്റെ ആത്മാവോട് ഞങ്ങളെയും യോഗ്യതയുള്ളവരാക്കട്ടെ. ലോകത്തിന് ജീവനും രക്ഷയും പ്രസംഗിക്കുന്ന മത്തായി ശ്ലീഹ എഴുതിയ ജീവൻ നൽകുന്ന പ്രസംഗമായ നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ ശുദ്ധമുള്ള ഏവൻഗേലിയോൻ വന്നവനും വായിക്കുന്നവനുമായ വാഴ്ത്തപ്പെട്ടവനാകുന്നു. നമ്മുടെ രക്ഷയ്ക്കായി തന്നെ പിതാവിന് സ്തുതി. തന്റെ അനുഗ്രഹങ്ങൾ നാം എല്ലാവരുടെ മേലും എന്തേക്കും ഉണ്ടായിരിക്കട്ടെ. കന്യകമറിയാമിൽ നിന്ന് ജനമെടുത്ത ദൈവമായി ജീവന്റെ വചനമായി
നമ്മുടെ കർത്താവും ദൈവവും രക്ഷിതാവുമായ യേശുമിശിഹായുടെ നടപടിയുടെ കാലത്ത് ഇപ്രകാരം സംഭവിച്ചു. അപ്രകാരം ഞങ്ങൾ വിശ്വസിച്ചു കൊണ്ടാടുന്നു. എന്നാൽ ഈശോ തമ്പുരാൻ ഉത്തരമായിട്ട് അവരോട് അരുളി ചെയ്തത്, ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, പിതാവ് ചെയ്യുന്നത് കാണുന്നതല്ലാതെ പുത്രന് സ്വതവേ ഒന്നും ചെയ്യുവാൻ കഴിയുന്നില്ല. എന്തുകൊണ്ടെന്നാൽ പിതാവ് ചെയ്യുന്നവേ പുത്രനും ചെയ്യുന്നു. പിതാവ് തന്റെ പുത്രനെ സ്നേഹിക്കുകയും താൻ ചെയ്യുന്ന സകലവും അവന് കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. നിങ്ങൾ അത്ഭുതപ്പെടേണ്ടതിന് ഈ പ്രവർത്തികൾ അധികമായിട്ടുള്ളവയും അവന് കാണിച്ചു കൊടുത്തിരിക്കുന്നു. പിതാവ് മരിച്ചവരെ ഉറപ്പിച്ച് ജീവിപ്പിക്കുന്ന പ്രകാരം തന്നെ പുത്രനും താൻ മനസ്സാകുന്നവരെ ജീവിപ്പിക്കുന്നു. എല്ലാവരും പിതാവിനെ ബഹുമാനിക്കുന്ന പോലെ പുത്രനും ബഹുമാനിക്കേണ്ടതിന് പിതാവ് ഒരുത്തിനെയും ന്യായം വിധിക്കാതെ ന്യായവിധിയെല്ലാം പുത്രന് കൊടുത്തിരിക്കുന്നു. പുത്രനെ ബഹുമാനിക്കാത്തവൻ അവനെ അയച്ച പിതാവിനെയും ബഹുമാനിക്കുന്നില്ല. ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, എന്റെ വചനം കേട്ട് എന്നെ അയച്ചവനെ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. അവൻ ന്യായവിധിക്ക് വരാതെ മരണത്തിൽ നിന്ന് ജീവങ്കിലേക്ക് മാറിയിരിക്കുന്നു. ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന നാഴിക വരുന്നു, ഇപ്പോൾ തന്നെയുമാകുന്നു. എന്തുകൊണ്ടെന്നാൽ പിതാവിന് തന്നിൽ തന്നെ ജീവനുള്ള പ്രകാരം അവൻ പുത്രനും തന്നിൽ തന്നെ ജീവനുള്ളാകുമാറ് വരം നൽകിയിരിക്കുന്നു. എന്നാൽ അവൻ മനുഷ്യപുത്രനാകയാൽ ന്യായവിധി നടത്തുവാൻ അവൻ അധികാരം കൊടുത്തു. ഖബറുകളിലുള്ളവരെല്ലാവരും അവന്റെ ശബ്ദം കേട്ട് നന്മ ചെയ്യുന്നവർ ജീവന്റെ വർത്തനേൽപ്പിനും തിന്മ ചെയ്യുന്നവർ ന്യായവിധിയുടെ വർത്തനേൽപ്പിനും പുറപ്പെടുവാനുള്ള നാഴിക വരുന്നു. ഇതിൽ നിങ്ങൾ ആശ്ചര്യപ്പെടേണ്ട. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. ആത്മാവോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. നാം എല്ലാവരും ഒരുമിച്ച് ഭംഗിയോടെ നിന്ന് ദുഃഖത്തോടും സങ്കടത്തോടും ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ശബ്ദത്തോടും കൂടി ക്രിയലായിസോൻ എന്ന പ്രതിവാക്യമായി ചൊല്ലണം. മരണത്തിന്റെയും വേർപാടിന്റെയും ഉടയവനും ആത്മാക്കളുടെയും സർവജടത്തിന്റെയും ദൈവവും ജീവന്റെയും മരണത്തിന്റെയും മേലധികാരമുള്ളവനുമായ മിശിഹാ തമ്പുരാനെ, നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞാൻ പുനരുദ്ധാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും നിത്യജീവനുണ്ട്. അവൻ ന്യായവിധിക്ക് വരാതെ മരണത്തിൽ നിന്ന് ജീവങ്കിലേക്ക് കടന്നിരിക്കുന്നു. അരുളി ചെയ്തവനായ ഞങ്ങൾ മിശിഹാ തമ്പുരാനെ, നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ രക്ഷകനായ മിശിഹാ തമ്പുരാനെ, നിന്റെ വിശുദ്ധ സഭയുടെ സന്താനങ്ങളായ സകല വിശ്വാസികളോടും കൂടി ഞങ്ങളെയും നിന്റെ രാജ്യത്തിന് അവകാശമുള്ളവരാക്കണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നിന്റെ രണ്ടാമത്തെ എഴുന്നള്ളത്തെങ്കിൽ നിന്നെ എതിരൽപ്പനായി പുറപ്പെടുവാനും നിന്റെ സകല പരിശുദ്ധന്മാരോട് ഞങ്ങൾ ഒരുമിച്ച് നിന്നെയും നിന്റെ പിതാവിനെയും നിന്റെ പരിശുദ്ധരുഹായും സ്തുതിപ്പാൻ തക്കവണ്ണം സന്തോഷം വരുത്തുന്ന നിന്റെ വർത്തനേൽപ്പിന്റെ പ്രകാശമുള്ള കതിരുകളെ കൊണ്ട് ഞങ്ങൾ എല്ലാവരെയും ആത്മാക്കളെയും പ്രകാശിപ്പിക്കണമേ. നാം ഉച്ചത്തിൽ 3 പ്രാവശ്യം ക്രിയലായിസോൻ എന്ന് പറയണം. കർത്താവിൽ വാത്സല്യമുള്ളവരെ, ഈ വാത്സല്യ പിതാവിന്റെ വേർപാട് ദുഃഖിക്കുന്ന പ്രിയ മാതാവ്, പ്രിയ മക്കൾ, മരുമക്കൾ, കൊച്ചുമക്കൾ, ചാർച്ചക്കാർ, പ്രിയപ്പെട്ടവർ ഏവരുമേ, ഈ ഭവനവുമായി വളരെ കുറച്ച് നാളത്തെ, 1 മാസത്തെ പരിചയം മാത്രമേ എനിക്കുള്ളൂ. പരിചയമുള്ളവരൊക്കെ ഇവിടെ അവരുടെ അനുഭവവും അനുശോചനവും ഒക്കെ പറഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ഈ ഇതിനുള്ളിൽ തന്നെ 3-4 പ്രാവശ്യം പ്രധാനമായി കാണുവാനും അതിനു മുമ്പേ രോഗിയായിരിക്കുന്ന അവസരത്തിൽ സംസാരിക്കുവാനൊക്കെ അവസരം ലഭിച്ചു. അതിലാവശ്യ ശുശ്രൂഷ നടത്തി. കർത്താവിൻ്റെ സമയമായപ്പോൾ പ്രിയദാസൻ ഈ ഭൂമിയിൽ നിന്ന് വാങ്ങിപ്പോയി. മരണം പലപ്പോഴും ഭയം ഉളവാക്കുന്ന, മരണം എന്ന് കേൾക്കുന്നതും ഭയം ഉളവാക്കുന്ന, മരിച്ചവരെ കാണുന്നത് ചിലർക്ക് ഭയമാണ്. കാരണം അത് ഈ ഭൂമിയിൽ നിന്നുള്ള പുറപ്പാടിന്, അല്ലെങ്കിൽ നമുക്കെല്ലാവർക്കും അങ്ങനെ തന്നെയാണ്, ഈ ഭൂമിയിലുള്ള പുറപ്പാടിന് നമ്മളെല്ലാവരും താല്പര്യമില്ലാത്തവരാണ്.
ഈ ഭൂമിയെ കൂടുതൽ സ്നേഹിക്കുകയും ഇവിടെ നമ്മൾ ജീവിക്കുകയൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു. അതെല്ലാ മനുഷ്യനും ഉള്ളത് തന്നെയാണ്. എന്നാൽ according to Paul, who challenged the fear of death, പൗലോസ് അപ്പോസ്തലൻ വെല്ലുവിളിക്കുകയാണ്, മരണമേ നിന്റെ ജയം എവിടെ? അങ്ങനെ ഒരാൾ വെല്ലുവിളിക്കണമെങ്കിൽ who believed the power of resurrection. റിസറക്ഷന് ഭയങ്കര പവറുണ്ട്. അത് കല്ലറകളെ തകർത്ത ശക്തിയാണ് അതിനുള്ളത്. അതിൽ വിശ്വസിക്കുന്നവരാണ് മരണമേ നിന്റെ ജയം എവിടെ എന്നുള്ള വെല്ലുവിളി നടത്തുന്നത്. അങ്ങനെ ചലഞ്ച് ചെയ്യാൻ ഭാഗ്യവാനായ പൗലോസ്ലിഹായെ പോലെ മരണത്തെ ചലഞ്ച് ചെയ്യുവാൻ, വെല്ലുവിളിക്കുവാൻ എത്ര വിശ്വാസികൾക്ക് സാധിക്കും? നമ്മളെല്ലാം വിശ്വാസികളാണ്. പക്ഷേ പലപ്പോഴും നമ്മൾക്ക് സാധിക്കാതെ പോകുന്നത് ഈ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ റിസറക്ഷൻ പവറിലുള്ള നമ്മുടെ അവിശ്വാസമാണ്. തീർച്ചയായിട്ടും നമുക്ക് തന്നെ സാധിക്കട്ടെ. ഈ പ്രിയപ്പെട്ടവരെ കർത്താവ് ആശ്വസിപ്പിക്കട്ടെ. പ്രത്യേകിച്ച് പ്രിയ ശുഭിൻ, ശുന, അവരുടെ കുടുംബാംഗങ്ങൾ, കുഞ്ഞുങ്ങൾ, മാതാവ് ശാന്തതയോടും ക്രിസ്തീയ പ്രത്യാശയോടും പിതാവിനെ യാത്രയപ്പാൻ എല്ലാവർക്കും കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇടവകയുടെ അനുശോചനമൊക്കെ നേരത്തെ പറഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എങ്കിലും ഒരിക്കൽ കൂടി on behalf of Shalem Marthama family, Marthama Church is in Long Island, and express our condolence to all of you, especially all the family members, relatives, those who are here. ആ ഒരു ക്രിസ്തീയ സമാധാനത്തോടുകൂടി തന്നെ യാത്ര അയക്കുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. സമയം അതിക്രമിച്ചു. ഇനിയൊന്നും പ്രത്യേകിച്ച് പറയാനായിട്ടില്ല. ഇനിയൊരു ശുശ്രൂഷ കൂടെ ഉണ്ട്. അത് നമുക്ക് സെമിട്രിയിലെ ശുശ്രൂഷയാണ്. ഇപ്പോൾ മൃതശരീരം ഇനി ആരെങ്കിലും ലെറ്റ് കമേഴ്സ് ആയിട്ടുണ്ടെങ്കിൽ അവർക്ക് വന്ന് കാണാം. അതിനുശേഷം മൃതശരീരം സെമിട്രിയിലേക്ക് എടുക്കപ്പെടുന്നതാണ്. അവിടെ വെച്ച് ബാക്കിയുള്ള ശുശ്രൂഷ നിർവഹിക്കപ്പെടുന്നതായിരിക്കും. ആശീർവാദത്തോടുകൂടെ ഇത് അവസാനിക്കും. ഇനി അനൗൺസ്മെന്റ് ചെയ്യുക. ഔട്ട് ഓഫ് താങ്ക്സ് ഇപ്പോൾ ഔദ്യോഗികമായി പറയും. അതിനുശേഷം മൃതശരീരം സെമിട്രിയിലേക്ക് എടുക്കപ്പെടും. ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാം വാഴ്ത്തപ്പെടട്ടെ. ഈ ഉച്ച സമയത്ത് ഒന്നിച്ച് വിശുശാല പ്രിയ സാംകുട്ടിച്ചായൻ്റെ ദേഹവിയോഗത്തോടെ ബന്ധപ്പെടുത്തി നമുക്കൊന്നിച്ച് ഇവിടെ വരുവാൻ ഇങ്ങനെ ഒരു സാവകാശം ദൈവം നമുക്ക് തന്നു. വളരെ പ്രത്യാശയോടെ സാമിച്ചാൻ ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ട് കടന്നുപോയി. സാമിച്ചാനെ കുറിച്ച് ഒരു വാക്ക് ഞാൻ വോട്ട് ഓഫ് താങ്ക്സ് പറയുന്നതിന് മുമ്പ് ഒരു വാക്ക് പറയട്ടെ. സാമിച്ചാൻ്റെ വല്യപ്പച്ചനും എൻ്റെ വല്യപ്പച്ചനും ജ്യേഷ്ഠ അനിയന്മാരാണ്. ഞങ്ങൾ 3ാം തലമുറയിലുള്ളവരാണ്. സാമിച്ചാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഇവിടെ ഒന്ന് സുഖമില്ലാതെ കിടന്നപ്പോഴും കുറച്ച് സമയം ഒന്ന് സ്പെൻഡ് ചെയ്യുവാനും അനുഗ്രഹിക്കപ്പെട്ട ദൈവവചനം പറയുവാനും ഞങ്ങൾക്ക് ഒന്നിച്ച് പ്രാർത്ഥിപ്പാനും തൊക്കെ സഹായിച്ചു. അതിനുശേഷം ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ട് കടന്നുപോയി. ഒരു പ്രത്യാശയുണ്ട്. പ്രിയ അച്ഛൻ പറഞ്ഞതുപോലെ ഈ ലോകത്ത് നമ്മളെല്ലാം മാറ്റപ്പെട്ടു പോകും. അക്കരെ നാട്ടിൽ നമുക്ക് സാമിച്ചാനെയും കാണാം എന്നുള്ള പ്രത്യാശ നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകട്ടെ. ഈ സാമിച്ചാൻ സുഖമില്ലാതെ കിടന്ന സമയം മുതൽ ക്രിസ്തുവിലേക്ക് ചേരുന്ന സമയം വരെ ഒരുപാട് പേര് വന്ന് കാണുകയും പ്രാർത്ഥിക്കുകയും സഹായിക്കുകയും ചെയ്ത് അവരോടൊക്കെയും ഞങ്ങളുടെ ഹൃദയംഗമായ നന്ദിയെ ആ കുടുംബത്തിന്റെ പേരിലും ഞങ്ങളുടെ പേരിലും ഞാൻ അർപ്പിക്കുകയാണ്. ഇന്ന് പൽക്കാലം ഇവിടെ കടന്നു വന്ന് അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷ ഏതെങ്കിലും ഒരു സഭയുടെ ശുശ്രൂഷ എന്ന് പറയുന്നതിലുപരി നമുക്കെല്ലാം ഒന്നിച്ചു വന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുപ്പാൻ പല ചർച്ചകളായി കടന്നു വന്നു. ശാലെ മാർത്തോമ ചർച്ച്, ശാലെ മെഡിക്കോസൽ ചർച്ച്, ബദേൽ വർഷിപ്പ് സെന്റർ, ക്യൂൻ ചർച്ച് ഓഫ് ഗോഡ്, അവിടെയുള്ളതായ എല്ലാ വിശ്വാസികൾക്കും എല്ലാ കർത്തദാസന്മാർക്കും ഹൃദയംഗമായ നന്ദിയെ ഒരു പ്രാവശ്യം കൂടി അറിയിക്കുകയാണ്. കൂടുതലായ സമയമെടുപ്പാൻ തൊക്കൊണ്ടും ആഗ്രഹിക്കുന്നില്ല. കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരു പ്രാവശ്യം കൂടി ഞങ്ങൾ നന്ദി അറിയിക്കുന്നു. ഇതിനുശേഷം സിമിത്തേരിലേക്ക് ചെല്ലും വരെ ഞങ്ങളോട് സഹകരിക്കുകയും ഞങ്ങളോട് വരണം എന്ന് അപേക്ഷിച്ചുകൊണ്ട് എൻ്റെ വാക്ക് നൽകുന്നു. ഈ സമയത്ത് പുറത്ത് കാണാത്ത ആൾക്കാർക്ക് മുന്നോട്ടൊന്ന് കിടക്കാം. Ladies and gentlemen, just an announcement before we depart this afternoon for All Saints Cemetery.
We are going to ask friends and relatives who are seated in the rear to come forward to bid farewell. After you do so, we're going to ask you to go directly out to your cars and turn on your headlights and your flashing hazard lights. You are then going to pick up a funeral procession tag in the lobby of the funeral home, at which point we will then ask everyone to kindly line up your vehicles in front of the office here on Jericho Turnpike. The route we are going to take, we are going to travel down Jericho Turnpike. We are going to continue until we come upon New Hyde Park Road, at which point we will make a right turn. We will continue north until we come upon the Long Island Expressway, and we will then continue over the Long Island Expressway and take the service road to Community Drive. We will continue north on Community Drive until we come upon Middle Neck Road, at which point we will make a right-hand turn, and the cemetery will be 3/4 of a mile on the right-hand side of the road. When we arrive at the cemetery, please, under no circumstance is anyone to go to the grave without the say-so of the men from the cemetery. You will only be impeding the funeral. We ask for your full cooperation. Also, at this time, we'd like to thank everyone for your attendance this afternoon on behalf of the immediate family. Thank you. Please, those who want to see, those who want to give the final kiss, please come. സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. എൻ സ്വദേശം കാൺമതിനായി ബദ്ധപ്പെട്ടോടിടുന്നു. എൻ സ്വദേശം കാണി ബദ്ധപ്പെട്ടോടിടുന്നു. ആകെയൽപ നേരം മാത്രം എന്റെ യാത്ര തീരുവാൻ. ആകെയൽപ നേരം മാത്രം എന്റെ യാത്ര തീരുവാൻ. യേശുവേ നിനക്കു സ്തോത്രം. വേഗം നിന്നെ കാണും ഞാൻ. യേശുവേ നിനക്കു സ്തോത്രം. വേഗം നിന്നെ കാണും ഞാൻ. രാവിലെ ഞാൻ ഉണരുമ്പോൾ ഭാഗ്യമുള്ള നിശ്ചയം. രാവിലെ ഞാൻ ഉണരുമ്പോൾ ഭാഗ്യമുള്ള നിശ്ചയം. എന്റെ യാത്രയുടെ അന്ത്യം ഇന്നലെക്കാളടുപ്പം. എന്റെ യാത്രയുടെ അന്ത്യം ഇന്നലെക്കാളടുപ്പം. രാത്രിയിൽ ഞാൻ ദൈവത്തിൻ്റെ കൈകളിലുറങ്ങുന്നു. രാത്രിയിൽ ഞാൻ ദൈവത്തിൻ്റെ കൈകളിലുറങ്ങുന്നു. അപ്പോഴും എൻ രഥത്തിൻ്റെ ചക്രം മുൻപോട്ടോടുന്നു. അപ്പോഴും എൻ രഥത്തിൻ്റെ ചക്രം മുൻപോട്ടോടുന്നു. സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. സമയമാം
ദേശം കാൺമതിയായി വ്യർത്ഥപ്പെട്ടോടിടുന്നു എൻ സ്വദേശം കാൺമതിയായി All families come. No open there, right? After you close here, not open, right? No. ഇല്ല ഇവിടെ വെച്ച് ക്ലോസ് ചെയ്യും ഇവിടെ വെച്ച് ഫോട്ടോ എടുക്കാം Ladies and gentlemen, at this time, if you're not a member of the immediate family, you need everyone to please clear the chapel, go directly to your cars. We have an extreme time restraint at the cemetery. You will only be impeding the family in the funeral. Please go directly to your cars, standing for your cooperation. Watch it. One second. Straight out again. Straight out again. Samkutty. മാറ്റിക്കും സൈഡിൽ നിന്നിട്ട് side. Okay. 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 Okay, we are done. Okay, all set? Let me help you set it up. Hold on one moment. Let me get the note. Pardon me. Make sure there's no pollen. And the way we like to do this is we want you to take this cloth and bring it. I'm going to step out of the way first. സൈഡിൽ നിന്ന് ചെയ്യാം കേട്ടോ അവിടെ സൈഡിൽ നിന്നുകൊണ്ട് ചെയ്യാവേ പ്ലീസ് Bring it, and you want to be at the top. Step forward. From here, bring all the way up. All the way up. Okay. Perfect. I'm just going to straighten it out for you. It's okay. മധ്യകുലം മൃത്യു ചന്ദ്രമേറ ചീഞ്ഞഴിഞ്ഞു നയിക്കുന്നു ശോകത്വമായിരിക്കുന്നു സ്തുതിച്ചിടുവാൻ ചെയ്തിരിക്കുന്നവനായ ദൈവമേ
ഉയർത്തെഴുന്നേൽക്കുന്നുള്ള പ്രത്യാശയിലേക്ക് ഏൽപ്പിക്കുന്നു. സഹോദരന്മാരെ, ഞാൻ പാതാള വഴിയായി കടന്നു മല്ലന്മാരും അതിൽ പാർക്കും നാശത്തിലേക്ക് മറിച്ചിടപ്പെട്ടിരുന്നു. കരഞ്ഞുകൊണ്ട് സങ്കടത്തോട് പ്രകാരം പറഞ്ഞു, ഇതാകുന്നു പ്രിയമുള്ളവർ തങ്ങളുടെ സൗന്ദര്യത്തിലാകും. ഇതാകുന്നു നമ്മുടെ അവസാനം ശേഖരിക്കുന്നതിന്. ഇതാകുമാർ തങ്ങളുടെ വിദ്യയിൽ പോഴുന്നത് നമ്മുടെ അവസാനമെങ്കിൽ ജ്ഞാനികൾ. ഇതാകുന്നു കാര്യങ്ങൾ തങ്ങളുടെ ശക്തിയിൽ നിന്നാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ യൗവന. ദേവീയോടുകൂടി വന്ന് മനുഷ്യൻ താൽക്കാലികനാവി പോലെ മാഞ്ഞു പോകുന്നവയാകുന്നു. പാടിപ്പോകുന്നുവെന്നും അവയിൽ പാടി മിത്തമായി മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നവനെ ദൈവത്തിന്റെ സ്തുതി എന്ന ഉച്ചത്തിൽ ഹല്ലേലൂയ അനുഗ്രഹങ്ങളുടെ മരണത്താൽ ഞങ്ങൾ നിന്റെ സ്നേഹം നിന്നെ നിന്റെ സ്ഥലത്തു നിന്ന് ഞങ്ങളുടെ കർത്താവ് ഞങ്ങളുടെ ദൈവമേ സ്തുതി. ഞങ്ങളുടെ കർത്താവായ ധാരാളമായ കരുണയാൽ ഞങ്ങളുടെ കർത്താവും ദൈവമേ തീരാക്കണമേ. ഞങ്ങളുടെ നമസ്കാരം നിനക്ക് പ്രസാദമായ നിന്റെ അനുഗ്രഹങ്ങളും കരുണകളും സഹായങ്ങളും പ്രദാനങ്ങളും ബലഹീനരായ ഞങ്ങളുടെ മേലെ ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിനാ ആത്മീയമായി ശുശ്രൂഷയായി തന്റെ സിംഹാസനത്തിൽ ചെയ്യുമാറാകട്ടെ. Wait. Okay. എടുത്തിട്ടു. ഇട്ടോ പൂരി വിട്ടെ.